തലസ്ഥാനത്ത് ഇന്ന് BJP മേയർ ചുമതലയേറ്റു. 1987 അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചെടുത്താണ് BJP ഇതുപോലെ ഗുജറാത്തിൽ ആദ്യം കരുത്തു തെളിയിച്ചത്. പിന്നെ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കണ്ടത് ഗുജറാത്തിലെ പൂർണ്ണമായ BJP ആധിപത്യം. 1998 മുതൽ ഇന്നുവരെ ഗുജറാത്തിൽ തുടർച്ചയായി ഭരണം നടത്തുകയാണ് BJP. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ VV രാജേഷ് ആദ്യ BJP മേയറായി സ്ഥാനമേൽക്കുമ്പോൾ കേരളത്തിലും ഗുജറാത്ത് ആവർത്തിക്കും എന്ന് ആവർത്തിച്ചു പറയുകയാണ് BJP. ഇന്ന് കേരളത്തിൻ്റെ തലസ്ഥാനത്തിന് താമരത്തിളക്കം തന്നെ. ഇത് കേരളമാണ്, ഇവിടെ BJPക്ക് സ്ഥാനമില്ല എന്ന് തുടരെ പറഞ്ഞ LDFനും UDFനും ഇന്ന് നാണക്കേടിൻ്റെ കൂടി ദിനമാണ്. VV രാജേഷ് ചരിത്രം കുറിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിന് ഇനി കാവിയിടം എന്ന് പേര്. പ്രധാനമന്ത്രി ഇനി തിരുവനന്തപുരത്തെത്തുമ്പോൾ സ്വീകരിക്കാൻ മേയറുടെ ഔദ്യോഗിക വേഷത്തിൽ BJP നേതാവ് കൂടിയായ VV രാജേഷ് ഉണ്ടാകും. 45 ദിവസത്തിനുള്ളിൽ തലസ്ഥാനത്ത് നരേന്ദ്രമോദി എത്തും, പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന് തറപ്പിച്ചു പറയുന്നു BJP. എന്താണ് BJPയുടെ അടുത്ത നീക്കം? കേരളത്തിൽ അവരുടെ തേരോട്ടം തുടങ്ങിയോ? ഇതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് ചേരുന്നു. ശ്രീ ദിവാകരൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ BJP തുടക്കം കുറിച്ചു എന്നവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തേരോട്ടത്തിന്റെ സാധ്യത കേരളത്തിൽ കാണാനുണ്ടോ? അതൊന്നും, നമസ്കാരം സാർ, അതൊന്നും പറയാനായിട്ടില്ല. അതായത് ഒരു കൊടുങ്കാറ്റ് ഒരു ഭാഗം വീശും, പിന്നെ കുറച്ച് തനിയും, പിന്നെ മറ്റേ ഭാഗം വീശും. അപ്പോ ഇപ്പം തന്നെ BJPന്റെ നല്ല ഭരണം തന്നെ. പക്ഷെ BJPയിൽ തന്നെ ആക്രമണം വടക്കേ ഇന്ത്യൻസിൽ ശരി, അങ്ങനെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം വരുന്നു. ഞാൻ മഹി വളരെ ചുരുങ്ങിയ വാക്കിൽ, അങ്ങ് കിള്ളിപ്പാലത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു BJP തിളക്കം കാണുമ്പോൾ എന്ത് പറയാനുണ്ട്? അല്ല, അതിപ്പോ 6 മാസം കഴിഞ്ഞിട്ട് കാണാം. ഭരണത്തിന് പറ്റി 6 മാസം പോണ്ട, അതിന്റെ മൂടി കൂട്ടിൽ പോകും. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ഈ തിരുവനന്തപുരത്തുകാരായ കമ്മ്യൂണിസ്റ്റുകാർ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞു ഇതല്ലേ, ഇതാ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും, ഞങ്ങളെ വിട്ട് പോകാത്ത സ്ഥലമാണിത്, എല്ലാ കാലത്തും ഞങ്ങളോടൊപ്പം നിന്ന തിരുവനന്തപുരം ഇവിടെ 20 വാർഡ് 2 വോട്ട് 12 വോട്ട് എന്റെ ചാല വാർഡാണ്. അവിടെ 9 വോട്ടിലാണ് BJP ജയിച്ചത്. കോൺഗ്രസിനോട് വോട്ടില്ല. നോക്കാം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ശ്രീ മുഹമ്മദ് മഞ്ചേരി, അങ്ങയുടെ പ്രതീക്ഷ എന്താണ്? ഇത് ഒരു ദിവാസ്വപ്നം പോലെ നേരമിരുട്ടി വെളുപ്പിക്കുമ്പോഴേക്കും BJP ഇല്ലാതാകുമോ, അതോ അവർ ശക്തമായി വരും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം. ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഓക്കെ, മെറി ക്രിസ്മസ്, ബിലേറ്റഡ് ഗ്രീറ്റിംഗ്സ്. പറയാം, വേഗം, സമയമില്ല. BJP വന്നു, അവര് ഭരണം നടത്തി. ഗുജറാത്ത് പോലെ അല്ലെങ്കിൽ ബീഹാർ പോലെ ഒക്കെ ആക്കും എന്നുള്ളത് അവരെ മനസ്സിൽ വെച്ചാൽ മതി. കാരണം ഇത് കേരളമാണ് സാറേ. ശരി, ഓക്കെ, വ്യക്തമാണ്. പീതാംബരൻ, ഇത് കേരളമാണെന്ന് പലകുറി ആവർത്തിച്ച് പറഞ്ഞവരാണ് LDFും UDFും. പക്ഷേ തലസ്ഥാന നഗരിക്ക് ഇന്ന് കാവിയിടം എന്ന് പേര് വരുന്നു. എന്ത് തോന്നുന്നു അങ്ങേക്ക്? യെസ്, അങ്ങനെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. അരവിന്ദാക്ഷൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീ അരവിന്ദാക്ഷൻ, നമസ്കാരം. ഈ പാലക്കാടാണ് ആദ്യം BJP നഗരസഭ പിടിക്കുന്നു. തുടർച്ചയായി ഇപ്പോൾ 3ാം തവണയും അവർ ജയിക്കുന്ന സാഹചര്യം തന്നെ. പക്ഷേ തിരുവനന്തപുരത്ത് ആ സ്ഥിതി ഉണ്ടാകുമെന്ന് കരുതേണ്ടതുണ്ടോ? അല്ല, അതിപ്പോ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയല്ലേ. അവര് ക്രമാനുഗതമായ വളർച്ചയുള്ള പാർട്ടി BJP തന്നെയാണ്. രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തുമൊന്നും വേണ്ട. നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ സ്കോപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ മറിച്ച് കാണേണ്ട കാര്യം. LDF UDFും ഒക്കെ മാത്രം മതി എന്ന ചിന്തയൊന്നുമില്ല. അവരും രാഷ്ട്രീയ പാർട്ടിയല്ലേ, തീർച്ചയായിട്ടും വരട്ടെ, അവരും പ്രവർത്തിച്ച് കാണിക്കട്ടെ, അവർക്കും സ്പേസ് ഉണ്ടാവട്ടെ. ഓക്കെ, പ്രദീപ് എന്നോടൊപ്പം ചേരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. പ്രദീപ്, ഇന്ന് ശ്രദ്ധാകേന്ദ്രമായത് VV രാജേഷാണ്. വിദ്യാർത്ഥി പരിഷത്തിലൂടെ വന്ന് യുവമോർച്ചയിലൂടെ പ്രവർത്തിച്ച് ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ മേയർ കുപ്പായമെടുത്ത് VV രാജേഷ് ഇടുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിന് നൽകുന്ന സൂചന എന്താണ്? അങ്ങനെ എനിക്ക് സംസാരം ക്ലിയർ അല്ല. ഓക്കെ, അനിയൻകുട്ടൻ കൂടി പത്തനംതിട്ടയിൽ നിന്ന് തീരുന്നു. അനിയൻകുട്ടൻ, ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകളുടെ കാഴ്ച കണ്ടപ്പോൾ അനിയൻകുട്ടൻ എന്താണ് തോന്നിയത്? സത്യപ്രതിജ്ഞ ഒരു പാർട്ടി ജയിച്ചു വന്നല്ലേ, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം അങ്ങ് തൂത്തുവാരൊന്നും നോക്കില്ല. അതോ തൂത്തുവാരിയാൽ തന്നെ LDFന്റെ സീറ്റ് കൊണ്ട് അവർ പോകും.
ഇപ്പം തന്നെ അവർ ഭരിക്കുന്നിടത്തെല്ലാം മൊത്തം അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്, തിരുവനന്തപുരം, ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDP ഇവിടെ വരുമ്പോൾ അവരൊരു സ്ഥലത്ത് അവർ പിടിച്ചത് 20-10-15 സീറ്റ് പിടിച്ച് അവർ അയ്യാറ്റി വന്നു മുനിസിപ്പാലിറ്റിയിൽ. എനിക്ക് അങ്ങയുടെ ഇത് ക്ലിയർ ആവുന്നില്ല. അൻസാർ കൂടി ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. അൻസാർ, അൻസാർ, ഈ BJP അവകാശപ്പെടുന്നത് ഗുജറാത്തിൽ എങ്ങനെയാണ് ആദ്യം ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് പിന്നീട് ആ സംസ്ഥാനത്തിൻ്റെ തന്നെ അധികാര കേന്ദ്രമായി മാറിയത്, അവിടെ പൂർണ്ണമായ ആധിപത്യം ഉറപ്പിച്ചത്, അതേ മാതൃകയിൽ കേരളത്തിലും അവർക്ക് കഴിയും എന്ന് പറയുമ്പോൾ അത് അൻസാർ എത്രമാത്രം വിശ്വസിക്കും? 100% വിശ്വസിക്കുന്നു. അവർക്കാവും കഴിയും എന്നാണ് അൻസാറിന്റെ വിശ്വാസം. ഓക്കെ, 100%. കാരണം ഏറ്റവും വലിയ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആണോ? ആണ്, തീർച്ചയായിട്ടും. കാരണം BJP ഞങ്ങളെ പോലുള്ളവരെ ഈ തെറ്റിദ്ധരിപ്പിക്കുക. ശരി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് നല്ല നല്ല കുറെ ഈ മുസ്ലിങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ നല്ല നേതാക്കന്മാരും നരേന്ദ്രമോദിയുടെ നല്ല പ്രധാനമന്ത്രിമാരും ഈ കാലഘട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുന്നത് ഈ കേരളം തന്നെ ആയിരിക്കും രക്ഷപ്പെടുന്നതെന്ന് എന്റെ വിശ്വാസം. അപ്പൊ അൻസാർ കരുതുന്നത് ന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് BJPയുടെ വരവിനെ കാണുന്നത് എന്നാണോ? 100%. ഞാനിപ്പോ BJPക്കാരനാണ്. 100% ഞാൻ BJPക്കാരനാണ്. കാരണം BJPയിലുള്ള എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ രീതിയിൽ എന്റെ സുഹൃത്തുക്കൾ ആ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരും എല്ലാം നല്ല പക്കയായിട്ടാണ് നമ്മൾക്ക് പ്രവർത്തിക്കുന്നതും നമ്മൾക്ക് സഹകരിക്കുന്നത്. കാരണം ഒരിക്കലും ഒരു വർഗീയമായ രീതിയിലൊന്നും ചെയ്യാത്തവര് കേരളത്തിലെ ഏറ്റവും വലിയ നല്ല പക്കാ പാർട്ടി എന്ന് പറഞ്ഞാൽ BJP തന്നെയാണ്. ശരി, ഓക്കെ, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. സന്തോഷ് എന്നോടൊപ്പം ചേരുന്നു വെള്ളരിക്കുണ്ടിൽ നിന്ന്. സന്തോഷുമായി കുറച്ച് ദിവസമായി സംസാരിച്ച്. സന്തോഷ്, ഈ കേരളത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പലയിടത്തും നടക്കുകയാണ്. വലിയ മുന്നേറ്റം BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ വോട്ട് ശതമാനം പാർലമെൻറ്റിനേക്കാൾ കുറവാണ്. പക്ഷേ അവർ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു, പാലക്കാട് നിലനിർത്തിയിരിക്കുന്നു. അങ്ങനെ അവർക്ക് ചിലയിടങ്ങളിലൊക്കെ ആധിപത്യം അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. കേരളത്തിലെ BJP വളരും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ആണോ? BJP വളർന്നാൽ ഏറ്റവും ഭീഷണി മുസ്ലിം സഹോദരങ്ങൾക്കും ക്രൈസ്തവ സഹോദരങ്ങൾക്കുമായിരിക്കും. അവര് എത്രയും പെട്ടെന്ന് കമ്മ്യൂണിസത്തിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആണോ? അപ്പോൾ BJP വളർന്നാൽ ന്യൂനപക്ഷങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അവർ വളരട്ടെ എന്നല്ലേ? വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ രക്ഷയില്ല. ശരി, ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, വലിയ തോതിൽ ചിരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിന് മോദി നേരിട്ട് ഫണ്ട് നൽകുമോ എന്ന് അമ്പാടി എന്നോട് ചോദിക്കുന്നു. കൊടുക്കും എന്ന് മനീഷ് പറയുന്നു. BJPയുടെ തൃശ്ശൂർ തിളക്കം എവിടെ പോയി എന്ന് ചോദിക്കുന്നു. അങ്ങനെ അപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് ഷാൻ ലൈല. അതെ 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 ഷാൻ ലൈലയ്ക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഒരു നിയമസഭയിൽ ജയിച്ചു, നേമത്ത്, അടുത്ത തവണ അക്കൗണ്ട് പൂട്ടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല, തൃശ്ശൂരിൽ അവർ ജയിച്ചു. അപ്പോഴിങ്ങനെ അക്കൗണ്ട് പൂട്ടലും തുറക്കലുമായി നടക്കുമെന്നാണോ, അതോ ഒരു ശക്തിയായ പാർട്ടിയായി രാഷ്ട്രീയ നിലപാടോടുകൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ കരുത്തോടുകൂടി BJPക്ക് തിളങ്ങാൻ കഴിയും എന്ന് കരുതേണ്ടതുണ്ടോ? നമസ്കാരം. ഞാൻ തിരുവനന്തപുരം മണക്കാടാണ് താമസിക്കുന്നത്. അവിടെ ആരാ ജയിച്ചത്? ഇവിടെ BJP ജയിച്ച ഗിരി, മണക്കാട്. ഗിരി എന്റെ സുഹൃത്താണ്. നല്ലൊരു ഒരു സൗഹൃദമുള്ള ആളാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് അയാളെ ഇഷ്ടമാണ്. ആക്ച്വലി ഞാനൊരു മുസ്ലിമാണ്. രാഷ്ട്രീയപരമായി വിയോജിപ്പുണ്ട് താനും, അങ്ങനെയാണോ? രാഷ്ട്രീയപരമായിട്ട് തീർച്ചയായിട്ടും വിയോജിപ്പുണ്ട്. പക്ഷെ വ്യക്തിപരമായിട്ട് അയാൾക്ക് ഒരു ക്വാളിറ്റിയും പേഴ്സണാലിറ്റിയും ഉണ്ട്. അതിനെ ഞാൻ എപ്പോഴും വിലമതിക്കണം, അദ്ദേഹത്തിന്റെ സാഹോദര്യ ബന്ധത്തെ. കാരണം അദ്ദേഹം എന്റെ സഹോദരനാണ്. ഒരു ജാതി കൊണ്ട് എനിക്കൊരിക്കലും അദ്ദേഹത്തിനെ വേർതിരിക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ ആദർശം കൊണ്ട് എനിക്ക് നമ്മുടെ കൗൺസിലർ ശ്രീ ഗിരി ഇത് കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അഭിമാനിക്കാം. ആ നാട്ടുകാരൊക്കെ ഇങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അല്ലേ? പിന്നെ എന്റെ പേര് മുഹമ്മദ് ഷാൻ ലൈല എന്നാണ്. ഞാൻ മുസ്ലിമാണ്. ഞാൻ നല്ലൊരു ഇസ്ലാം വിശ്വാസിയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞു രാഷ്ട്രീയമായി മേൽക്കോയ്മ BJPക്ക് ഉണ്ടാവുമോ എന്ന്. എന്റെ കാഴ്ചപ്പാടില് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടാക്കി വെച്ചത് ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ്. ഈ കമ്മ്യൂണിസത്തിലോട്ട് എല്ലാവരും വരണമെന്ന് നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റൂല. കാരണം ഇവര് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. BJPയും കോൺഗ്രസും തമ്മിലോ, അതായത് BJPയും CPM തമ്മിലോ?
BJPയും CPM-ഉം തമ്മിൽ. കാരണം അദ്ദേഹത്തിന്റെ നയത്തില് ഇവർ തമ്മിലുള്ള അന്തർധാരയാണ് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിലെ നിയമസഭാ ഇലക്ഷന് മുന്നേ ഒരു 2 സീറ്റ് കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഈ പിണറായി വിജയൻ BJPയുമായി കൈകോർത്ത് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു BJP സ്ഥാനാർത്ഥി, ആരും BJP സ്ഥാനാർത്ഥികൾ പോലും വിചാരിച്ചു ആ കാൻഡിഡേറ്റ് ഒരു ലേഡി കാൻഡിഡേറ്റ്, മിനി കാൻഡിഡേറ്റ് ജയിക്കൂല എന്ന്. അങ്ങനെ പലയിടങ്ങളിലും ആ പുള്ളിക്കാരി പോയി നിന്നപ്പോ BJP സീറ്റ് കൊടുത്തില്ല. ആ പുള്ളിക്കാരി പുഷ്പം പോലെ BJP കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന് ജയിച്ചു മണക്കാട് വാർഡില്. പക്ഷെ അത് അപ്പോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. CPM എന്ന് പറയുന്ന പിണറായി വിജയൻ എതിർ ശക്തമായി ഇത്രയും പാർട്ടി പ്രവർത്തകരുള്ള തിരുവനന്തപുരത്ത് ആ ഒരു ലോക്കൽ കാൻഡിഡേറ്റിനെതിരെ ശക്തമായ ഒരു CPM കാൻഡിഡേറ്റ് അയാൾ നിർത്തിയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? അവർക്ക് ഭരിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇത്രയും നാള് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വിചാരിച്ചിരുന്നത് എന്താണ്? BJPക്ക് ബദലായി പിണറായി വിജയൻ ഉള്ളത് കൊണ്ട് BJP വരൂലെന്ന്. ആ ധാരണ പിണറായി വിജയൻ തിരുത്തി കൊടുത്തു. നേരത്തെ പറഞ്ഞല്ലോ, ന്യൂനപക്ഷങ്ങൾ BJP അംഗീകരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ മുഹമ്മദ് ഷാൻ കോൺഗ്രസ് UDF കാരനാണോ? ഒരിക്കലുമല്ല. ഞാനൊരു SSFന്റെ പ്രവർത്തകനാണ്, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. എനിക്ക് പാർട്ടി ആദർശങ്ങളില്ല. ഞാൻ എന്റെ വ്യക്തിപരമായി വോട്ടിടാൻ പോകും. അത് എന്റെ മനസാക്ഷിക്ക് ഒരു പേഴ്സണലി വ്യക്തിപരമായിട്ട് അയാൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് BJPക്കാരനാണെങ്കിലും അത് കോൺഗ്രസ്സുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഞാൻ ചെയ്യും. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇപ്പൊ അങ്ങേക്ക് തോന്നുന്നത് ഒരു BJPയുടെ വളർച്ചയ്ക്ക് പിന്നിൽ അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ഇടതുപക്ഷത്തിന്റെ നേതൃത്വമാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണെന്നാണ് അങ്ങയുടെ ആക്ഷേപം. 101%. കാരണം ഇന്ന് ഭരിക്കുന്ന കോർപ്പറേഷൻ ഭരിച്ചു മുടിച്ചിറങ്ങിപ്പോയ ആര്യ രാജേന്ദ്രനെതിരെ ഞാൻ 7 പത്രസമ്മേളനം ചെയ്ത ആളാണ്. പുള്ളിക്കാരി എന്റെ പ്രോപ്പർട്ടിയിൽ 85 ലക്ഷം രൂപ കവർന്ന് ഞാൻ മീഡിയയിൽ കൂടെ സംസാരിച്ചപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർ പോലും അതിനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. യദു എന്തൊക്കെ പറഞ്ഞു അതുമല്ല ഞാൻ പറഞ്ഞത്. എന്റെ കയ്യിൽ നിന്ന് 85 ലക്ഷം രൂപ ആര്യ രാജേന്ദ്രൻ കട്ടുമുടിച്ചപ്പോ ഇന്നിരിക്കുന്ന ഭരണകർത്താക്കൾ മുതൽ CPM-ന്റെ തലതൊട്ടപ്പന്മാരുടെ അടുത്ത് വരെ ഞാൻ അങ്ങയുടെ സ്ഥലം അവരെടുക്കുകയാണോ ചെയ്തത്? അതോ എന്റെ പ്രോപ്പർട്ടിയിൽ കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞ് 85 lakhs അൺഓതറൈസ്ഡ് ചെയ്ത് കോർപ്പറേഷൻ കയറി. എന്നിട്ട് എന്റെ കോർപ്പറേഷന് കൈ ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷെ അങ്ങക്ക് കിട്ടേണ്ട പണം കിട്ടിയില്ല അല്ലേ? കോർപ്പറേഷൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് എന്റെ കോമ്പൻസേഷൻ ബില്ല് പാസ്സാക്കി ടൗൺ പ്ലാനിങ്ങിന് വിട്ടിട്ട് പിന്നെ മേയർ മുണ്ടിയിട്ടില്ല. ഈ പൈസ എവിടെ പോയി അറിഞ്ഞുകൂടാ. ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ പ്രതിപക്ഷം ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ 7 പത്രസമ്മേളനം ചെയ്ത് 3,87,000 പേര് ഓൺലൈൻ വഴി കണ്ടു. ഞാൻ എന്നിട്ട് മേയറെ വെല്ലുവിളിച്ചു ഒറ്റയ്ക്ക് ഈ ഗാന്ധി പാർക്കിലോ പുത്തരിക്കണ്ടത്തോ സംസാരിക്കാൻ അല്ലെങ്കിൽ രാജിവെക്കണമെന്ന് പറഞ്ഞു. ഒരൊറ്റ മീഡിയ ഇത് പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? അവിടെ ഒരു പീഡനമില്ല. പീഡനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളെല്ലാം അതിന് ചർച്ച ചെയ്തേനെ. പക്ഷെ ഇന്നും അങ്ങക്ക് 85 ലക്ഷം രൂപ പോയി, കയ്യിലുള്ള പ്രോപ്പർട്ടിയും പോയി. ഇല്ല, ഞാൻ നീതിന്യായ വ്യവസ്ഥയെ മാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ കോടതിയിൽ കേസാക്കി. എന്നിട്ട് വിജിലൻസ് അന്വേഷണത്തിന് ചോദിച്ചപ്പോൾ ഈ 10 കൊല്ലം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ മേയറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി തന്നിട്ടില്ല. അതൊക്കെ പോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്ട് മാറിപ്പോയി. ഇന്ന് BJP കേരളത്തിൽ വളരണമെങ്കിൽ അവരുടെ വർഗീയമായ രാഷ്ട്രീയ ചിന്താഗതിയിൽ ഉടലെടുക്കുന്ന സംസാരം നിർത്തണം. കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങൾ ഭയക്കുന്നൊന്നുമില്ല. ഞാൻ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ BJPയെ ഭയക്കൂല. BJP എത്ര വളർന്നാലും BJPക്ക് തത്വമായി അടിസ്ഥാനപരമായി അവരുടെ ആദർശങ്ങൾ മുറുകെ പിടിച്ച് ഏകദൈവം അവരുടെ ആശയങ്ങൾ പിടിക്കാം. പക്ഷേ മറ്റു മതസ്ഥരെ നിന്ദിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ ഒരിക്കലും BJP കേരളത്തിൽ വയ്ക്കാൻ പറ്റത്തില്ല. എന്റെ കാഴ്ചപ്പാടനുസരിച്ച് ചിലപ്പോ ഈ പ്രാവശ്യം വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് കോൺഗ്രസ് വരികയും എതിർപക്ഷം BJPയും വരും. കമ്മ്യൂണിസം അപ്രസക്തമാവും. 2ാം കൊല്ലം വരാൻ പോകുന്ന BJP അധികാരത്തിൽ വരും. കോൺഗ്രസും കമ്മ്യൂണിസവും അപ്രസക്തമാവുമ്പോൾ BJPയെ പോലെ വർഗീയ ചിന്താഗതി ചിന്തിക്കുന്ന ഒരു വർഗീയ പാർട്ടി 4ാം കക്ഷിയായി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വർഗീയവാദികൾ ലോകം ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഇപ്പോ എന്നെ സംബന്ധിച്ച് ഒരു മുസ്ലിം ലീഗോ ഒരു STPയോ ഞാൻ പച്ചയ്ക്ക് പറയും, ഒരു മുസൽമാൻ ആയതുകൊണ്ട് അവരൊക്കെ വർഗീയവാദികളാണ്, വർഗീയമായി ചിന്തിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല ഇവിടെ. അപ്പോ ഏതെങ്കിലും ഒരു നല്ല ഹിന്ദുവിന് RSSകാരൻ വർഗീയവാദിയാണെന്ന് പറയാനുള്ള ആർജവം ഇന്ത്യയിൽ വരുമ്പോഴാണ് ഇവിടത്തെ ഹിന്ദുക്കൾ ഉണരുന്നു എന്ന് ഞാൻ പറയും. അപ്പോ വർഗീയവാദികളെ നമ്മൾ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഇന്ത്യ വർഗീയത്തിന്റെ ഫാസിസ്റ്റ് നയങ്ങളെ പിന്തുടർന്ന് ഇവിടത്തെ കുത്തക മുതലാളിമാർക്ക് ഇന്ത്യയെ തീരെഴുതി കൊടുക്കുന്ന ഒരു അവസരം വളരെ വിദൂരമല്ലെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പോൾ അങ്ങ് പറഞ്ഞതൊക്കെ കൃത്യമാണ്. ഏതായാലും ആ പാവത്തിന്റെ 85 ലക്ഷം രൂപ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. കാരണം ഒരു മനുഷ്യൻ്റെ സമ്പാദ്യം, സ്വത്ത് ഇങ്ങനെ
ഏറ്റെടുക്കുമ്പോൾ അത് കൃത്യമായി ഒരു കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളത് മാന്യതയാണ്, അതിനപ്പുറത്ത് അത് ധാർമ്മികതയാണ്, അത് നിയമവുമാണ്. അപ്പോൾ സദാശിവൻ എന്നോടൊപ്പം ചേരുന്നത് ചാലക്കുടിയിൽ നിന്നാണ്. ശ്രീ സദാശിവൻ, നമസ്കാരം. നമസ്കാരം. അതെ, BJP കേരളത്തിൽ വളരണമെങ്കിൽ കുറെ പാരസൈറ്റ് പാർട്ടികളുണ്ട്. ഇപ്പൊ CPI 437 ആള് തികച്ചില്ല, അവർക്ക് 16 MLA ഉണ്ട്. RSP, ജനതാ പാർട്ടി, ഇവരെയൊക്കെ BJP പ്ലാൻ ചെയ്ത് വൈൻഡപ്പ് ചെയ്യണം. പിന്നെ നല്ല നല്ല നേതാക്കളെ അവർ പ്രൊജക്ട് ചെയ്യണം. ഇത് ഇലക്ഷന് തലേ ദിവസം ഒരാളെ കൊണ്ടുവന്ന് ഞാനാ നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവര് പലരുടെയും പോസിബിലിറ്റി അവർ കളയുന്നുണ്ട്, ഫോർത്തോട്ടില്ലാണ്ട്. അതൊക്കെ മാറ്റി പ്രോപ്പർ പ്ലാനിങ് വേണം. പിന്നെ ലീഗിന് വർഗീയമാവാന്നുണ്ടെങ്കിൽ BJPക്ക് 3 ഇരട്ടി വർഗീയമാവാം. ലീഗിനും കേരള കോൺഗ്രസും വർഗീയമില്ലേ? അപ്പൊ ആര് നിങ്ങൾ ഈ മതേതരെന്ന് അവനോൻ പറഞ്ഞാൽ പോരെ? അപ്പൊ BJP പറയും ഞങ്ങൾ 3 പ്രാവശ്യം മതേതരാണ്. എന്താ കാര്യം? പേര് തന്നെ എന്താ? മുസ്ലിം ലീഗ് എന്നല്ലേ? അപ്പൊ ശ്രീ സദാശിവന്റെ വാർഡിൽ ആരാ ജയിച്ചതാരാ ചാലക്കുടിയില്? എന്റെ വാർഡില് ഒരു കോൺഗ്രസ്സുകാരി ജയിച്ചു, BJP 2ാം സ്ഥാനം. ഞാൻ BJPക്കാരനല്ല. പക്ഷേ ഈ ആൾക്കാർ പറയണേ കുരുട്ട് ന്യായങ്ങൾ കാണുമ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നാറുണ്ട്. എന്താ വെച്ചാൽ ലീഗും കേരള കോൺഗ്രസും കേരളത്തിൽ ഭരണം തുടങ്ങി 60 കൊല്ലത്തിനപ്പുറമായി ഇല്ലേ? ഇവര് രണ്ടുപേരും വർഗീയ പാർട്ടികളല്ലേ? അപ്പൊ BJPക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഞങ്ങളും മതേതരാന്ന് പറയാ. ഇന്ത്യയിലെ രജിസ്റ്റർ ചെയ്ത എല്ലാ പാർട്ടികളും മതേതര പാർട്ടികളായിട്ട് രജിസ്റ്റർ ചെയ്യുള്ളൂ. ഓക്കെ, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പൊ എന്നോട് അമ്പാടി പറയുന്നത് ഗാന്ധിജിയുടെ ഫോട്ടോ വർത്തമാനം ഗാന്ധിയൊക്കെ വിടൂ. ഞാൻ ഗാന്ധിയെ പറ്റി ഒന്നുമല്ല പറഞ്ഞേ. അല്ലല്ല, ഞാൻ ഇതിന്റെ കമന്റുകൾ വായിച്ചാണ്. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഓക്കെ, കൃത്യം. അപ്പോൾ എന്നോട് അമ്പാടി പറയുന്നത് ഗാന്ധിയുടെ ഫോട്ടോ അവിടെ നിന്ന് മാറ്റുമെന്നാണ്. പ്രമോദ് നാണ് പറയുന്നു BJP കേരളം ഭരിക്കട്ടെ എന്ന് പറയുന്നു. അരുന്ധതി പറമ്പത്ത് എന്നോട് പറയുന്നു ഹായ് മനു നമസ്കാരം, മാറി വരട്ടെ ഭരണം എന്നാണ് പറയുന്നത്. ഓക്കെ, BJP കേരളത്തിൽ അധികാരം ഉറപ്പിച്ചു എന്ന് മിഷാൻ ലീൻ പറയുന്നു എന്നോട്, ലൻ പറയുന്നു. അതുപോലെ സുഭാഷ് പറയുന്നത് എന്നോട് BJP വരട്ടെ, അത് തന്നെയാണ് നാടിന് നല്ലത്. പ്രബുദ്ധത പറഞ്ഞ് 2 മുന്നണികളും നാട് നശിപ്പിച്ചെന്ന് പറയുന്നു. അപ്പോൾ ഷാൻലേ പറയുന്നതിനോട് ഷാജി, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് ഷാജി ഭാസ്കർ, അദ്ദേഹത്തിന് യോജിപ്പില്ല. തൃശ്ശൂരിൽ ഇപ്പോഴത്തെ തിളക്കം കണ്ടില്ലേ? മേയർ പദവിക്ക് പൈസ വാങ്ങിയെന്നൊരു അംഗം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും കുറേ സത്യങ്ങൾ പുറത്തു വരാൻ ഉണ്ട്, ഇനിയും കുറേ സത്യങ്ങൾ പറയുവാനുണ്ടെന്നും പറഞ്ഞു. ഇതാണോ തിളക്കം? വോട്ട് ചെയ്തവർ മണ്ടന്മാരായി എന്ന് എന്നോട് ശ്രീനിഹർ പറയുന്നു. ഷാൻ ലൈലെ പോലുള്ളവർക്ക് കൂടുതൽ സമയം കൊടുക്കണം എന്ന് ജയകുമാർ പറയുന്നു. കൊടുത്തല്ലോ, ഞാൻ ആവശ്യത്തിന് സമയം കൊടുത്തു. മിഷാൻ നീലൻ എന്നോട് BJP എന്നൊക്കെ പറഞ്ഞിട്ട് തീയൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാലം ഇടതു വലത് ഭരിച്ചില്ല, ഇനി BJP ഭരിക്കട്ടെ എന്ന് ശ്രീജിത്ത് പറയുന്നു. ജനങ്ങൾക്ക് അവർക്കൊരു അവസരം കൊടുത്തു, അതിനു മുമ്പേ കിടന്ന് ബഹളം ഉണ്ടാക്കണോ എന്ന് ചോദിക്കുന്നു. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാജീവ് കോഴിക്കോട് നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ രാജീവ്, ഈ BJPയുടെ ഇനി പ്രധാനമന്ത്രി വരും, അവരെ BJP സ്വീകരിക്കും, ഇവിടെ ഒരു വലിയ പദ്ധതി പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ ആളുകൾ BJPയിലേക്ക് ആകൃഷ്ടരാകുമോ? അവരുടെ അടുത്ത രാഷ്ട്രീയ തന്ത്രം എന്തായിരിക്കും? അത് വിജയിക്കുമോ? ഇത് രാഷ്ട്രീയ തന്ത്രമല്ല, ഇത് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് BJP നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ വികസന കാഴ്ചപ്പാടോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വെക്കുകയും VV രാജേഷ് ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. എത്രയുള്ള എനിക്ക് പറയണം. യെസ്, അപ്പോൾ നമുക്ക് ആ സത്യപ്രതിജ്ഞയുടെ ദൃശ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ കുറച്ച് ദൃശ്യങ്ങളൊന്ന് കാണാം. നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെയും ഒക്കെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. VV രാജേഷ് അവരെ അനുമോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ബൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് ഒരു
നിർണായകമായ ഒരു ശക്തിയായി മാറാൻ കഴിയും എന്ന വിശ്വാസത്തിന് അടിത്തറ പാകുന്നത് കൂടിയാണ് ഈ നേട്ടം. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവർ വലിയ തോതിൽ ഈ വിജയം ആഘോഷിക്കുകയും ആണ്. അപ്പോൾ എന്നോടൊപ്പം വിജയൻ ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് കേരളത്തിലൊരു രാഷ്ട്രീയ സമവാക്യത്തിൽ മാറ്റമുണ്ടാകുന്നു എന്നാണോ അങ്ങേക്ക് തോന്നുന്നത്? നമസ്തേ സാറേ. നമസ്കാരം. ഞാൻ ഇപ്പം കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗുജറാത്ത് മോഡലിൽ തന്നെ ഇനിയുള്ള ഭരണം, എല്ലാ ഭരണങ്ങളും നിയമസഭയിലായാലും പാർലമെന്റിലായാലും അവിടുത്തെ അതേ രീതിയിൽ തന്നെ പതുക്കെ ആയാലും തുടർന്ന് ഇങ്ങനെ തന്നെ പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഹരി എന്നോടൊപ്പം ചേരുന്ന എറണാകുളത്താണ്. ഹരി എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാറേ, ഞാൻ എറണാകുളം പെരുമ്പോന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഈ തൃപ്പൂണിത്തറയിലും BJP ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റകക്ഷിയായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിലുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് സാർ. അതിപ്പോ ഈ കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിൽ തന്നെ ഇപ്പൊ ഏറ്റവും വലിയ സമുദായം ഈഴവര്, രണ്ടാമത്തെ വലിയ സമുദായം നായർ കമ്മ്യൂണിറ്റി, മൂന്നാമത്തെ വലിയ സമുദായമാണ് പുലിയർ സമുദായം, KPMS സംഘടനയുള്ള. ഈ സമുദായത്തിൽ നിന്നൊരു ഷിഫ്റ്റ് BJPയിലേക്ക് ഉണ്ടായിട്ടുണ്ട്, എക്സ്പെഷ്യലി തിരുവനന്തപുരം ഭാഗത്ത്. അതിന്റെ ഒരു പരിണതഫലം കൂടിയാണ് ആശാദിനാഥിന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും. പിന്നീട് ഇനി ചിലപ്പോൾ വരുന്ന ഇലക്ഷനുകളിൽ ഈ ട്രെൻഡ് വരാകുകയാണെങ്കിൽ കൂടുതൽ BJPക്ക് കൂടുതൽ സീറ്റുകൾ വരാനുള്ളൊരു സാധ്യത കൂടി ഞാൻ കാണുന്നുണ്ട്. എക്സ്പെഷ്യലി 3 ഹിന്ദുവിലെ ഇപ്പൊ ഈഴവർ, നായർ, പുലയർ ഈ 3 വിഭാഗങ്ങളും മറ്റു വിശ്വകർമ്മ, ധീവര സമുദായം പോലെയുള്ള ജനസംഖ്യ ഉള്ള വിഭാഗങ്ങളും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ടൊരു റിസൾട്ട് BJPക്ക് വരും തെരഞ്ഞെടുപ്പുകളിൽ സാധ്യതയുണ്ട്. ഓക്കെ, യെസ്, വ്യക്തമാണ്. അപ്പോൾ ഷിജു എന്നോടൊപ്പം തുടരുന്നുണ്ട്. ഗാന്ധിജി റീപ്ലേസ്ഡ് ബൈ ഗോഡ്സെ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ BJPയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നൊക്കെയാണ് ഷൺമുഖം ദാസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീകുമാർ അടൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീകുമാർ ദാസ്. ശ്രീകുമാർ അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ, അടൂർ. അപ്പോൾ ഈ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ ശ്രീകുമാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് തൽക്കാലം BJPക്ക് ചില കണക്കിന്റെ കളികൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാണോ, അതോ അവരുടെ കണക്കിന്റെ കളികളെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മളുടെ ഇപ്പൊ തന്നെ അടൂര്, ഞാൻ ഏറത്ത് പഞ്ചായത്താണ്, അവിടെ തന്നെ നിലവിൽ നമുക്കറിയാം ഇപ്പം BJPക്ക് 3 സീറ്റ് കിട്ടിയത് BJPയുടെ പക്ക വോട്ടല്ല, നിഷ്പക്ഷ വോട്ടുകളാണ്. ഒരു 10-15 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് തന്നെ BJPക്ക് വലിയ സ്വാധീനമുള്ള മേഖലയൊന്നും ആയിരുന്നില്ല. വളരെ തുച്ഛമായിട്ട് വിരളിലെല്ലാം എണ്ണാവുന്ന വോട്ടുകൾ മാത്രമുള്ളായിരുന്നു. ഞാനിപ്പോ നിലനിൽക്കുന്ന എന്റെ സ്വന്തം വാർഡിൽ തന്നെ ഒരു 3 ടൈം മുമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് സ്ഥാനാർത്ഥിയേ ഇല്ലായിരുന്നു. പക്ഷെ ഈ വാർഡിൽ ഇപ്പൊ 125 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP ആണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രീകുമാർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായിരുന്നോ? ഞാൻ തെരഞ്ഞെടുപ്പിനൊക്കെ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഞാൻ പറയുകയാണ്, ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രചരണത്തിന് പോകുമ്പോൾ നിഷ്പക്ഷരായ ആളുകളൊക്കെ BJPയോട് കൂടുതൽ അടുക്കുന്നു എന്നാണോ തോന്നിയത്? അതെ. അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി പ്രകാരം ഈ 2000 രൂപ വെച്ച് പ്രതിവർഷം 6000 രൂപ കിട്ടുന്നതും, അതേപോലെ സുകന്യ സമൃദ്ധി യോജനയും ഉജ്ജ്വൽ യോജനയും പരമായിട്ട് സൗജന്യമായിട്ട് ഗ്യാസ് കിട്ടുന്നതും, അതേപോലെ തന്നെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്കുള്ള പഠനമുറി, കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള പഠനമുറി കൊടുക്കുന്നതും, അങ്ങനെ അനവധിയായിട്ടുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ട് ഈ വാർഡിലുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ടെന്നേ. അപ്പൊ അങ്ങോട്ട് അന്ന് ചെന്ന് കഴിയുമ്പോൾ തന്നെ BJPക്ക് വോട്ട് ചെയ്യാൻ അവർ തയ്യാറാണ്. പിന്നെ ഈ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് BJP ഇത്രത്തോളം വളർന്ന് ഇപ്പൊ ഒരു മേയർ പദവി വരെ എത്തിയിരിക്കുന്ന? എല്ലാ സ്ഥലത്തും, കേരളത്തിലെ മുഴുവൻ സ്ഥലത്തും അത് സാധിക്കും. എന്താന്ന് ചോദിച്ചാൽ ആത്മവിശ്വാസം കൈവെടിയാതെ കൊണ്ടുള്ള പ്രവർത്തനം, കൃത്യമായിട്ട് തിരുവനന്തപുരം മേഖലകളിൽ നല്ല രീതിയിൽ അവർ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ BJP ജയിക്കുവോ ഇല്ലയോ എന്നുള്ള ആശയക്കുഴപ്പം നിഷ്പക്ഷ വോട്ടർമാരിലുള്ളത് കൊണ്ട് അവിടെ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമല്ല, ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ BJP ജയിക്കുന്നില്ല എന്നൊരു ട്രെൻഡ് അടിച്ചു കളിക്കുകയും പിറ്റേ ദിവസം തന്നെ പല ചീട്ടുകൾ, തലേ ദിവസം തന്നെ കോൺഗ്രസിന്റെ തന്നെ ഒരു 50 വോട്ട് അങ്ങോട്ട്. ഇപ്പൊ തന്നെ ഏറത്ത് പഞ്ചായത്തിലെ സ്ഥിതി തന്നെ നമുക്കറിയാം. മുരുകൻകുന്ന് വാർഡ് കഴിഞ്ഞ തവണ BJP ജയിച്ചൊരു വാർഡായിരുന്നു. അവിടെ തന്നെ BJP കഴിഞ്ഞ തവണ കിട്ടിയ 326 വോട്ടിൽ നിന്ന് 436 വോട്ട് BJP പിടിച്ചിട്ട് പോലും അവിടെ പരാജയം. കാരണം കോൺഗ്രസിന് 170 വോട്ടോളം ഉള്ള സ്ഥലത്ത് 73-80 വോട്ടായിട്ട് കോൺഗ്രസിന്റെ വോട്ട് ചുരുങ്ങി. അതേപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെയുള്ള 12ാം വാർഡ്, അതേപോലെ തന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് 340 വോട്ട് കിട്ടിയിരുന്ന സ്ഥലത്ത് BJP കൃത്യമായിട്ട് ആ വോട്ട് തന്നെ അവർ വാർഡുകൾ വെട്ടിമുറിച്ചിട്ട് ആ വോട്ട് തന്നെ കൊണ്ടുവന്ന് അവിടെയും 20-30 വോട്ടിനെ പരാജയപ്പെടുന്നത്.
നടക്കുന്നത്. അപ്പൊ അത്രത്തോളം ക്രോസ് വോട്ടുകൾ നടത്തി BJP വരരുത് എന്നാഗ്രഹിക്കും. BJPയെ ഭയക്കുന്നതിന്റെ കാരണം ഇനിയും വരും കാലഘട്ടത്തിൽ BJPയുടേതായ ഒരു കാലഘട്ടമാണ് വരുന്നതെന്നുള്ള ബോധ്യം ഇവിടുത്തെ കോൺഗ്രസിന്റെ ആയാലും, കോൺഗ്രസിനാണെന്നുണ്ടെങ്കിൽ അണികളും ഇല്ല, നേതാക്കന്മാർ മാത്രം, എല്ലാവരും അങ്ങോട്ട് ഇന്ന് തന്നെ കണ്ടാലറിയാം. അടൂർ നഗരസഭ ചെയർപേഴ്സണായിട്ട് തെരഞ്ഞെടുത്ത ആൾ പോലും അവർക്ക് കൃത്യമായിട്ട് സമയം അനുവദിക്കുന്നില്ല എന്നുള്ള പേരിൽ ഒരു പരാതിയായിട്ട് ഞാൻ ന്യൂസ് 18 തന്നെ കണ്ടായിരുന്നു രാവിലെ ഒരു വിഷയം. അപ്പൊ അങ്ങനെ പല വിഷയങ്ങൾ അവരുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയക്കുഴപ്പങ്ങളും അടിയും മാത്രമാണ് നടക്കുന്നത്. ജനങ്ങളിലേക്കുള്ള വികസന പ്രക്രിയ കൊണ്ടെത്തിക്കാൻ അവർ അമ്പയെ പരാജയപ്പെടുന്നുണ്ട്. LDF ആണെങ്കിൽ തന്നെ ഇപ്പം മൊത്തം അവര് വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത എന്ത് കാര്യങ്ങൾ വന്നാലും അതിനെ വെളുപ്പിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്വർണ്ണക്കടത്തിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്ന് അതൊക്കെ നിഷ്പക്ഷ വോട്ടർമാരിൽ ശരിക്കും പ്രസ് ചെയ്തു. ആ നിഷ്പക്ഷ വോട്ടർമാർ അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് LDF-നെതിരായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാവുകയും അവിടെ BJPക്ക് വോട്ട് കൊടുത്താൽ ചിലപ്പോൾ LDF ജയിക്കുമോ എന്നുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഭയപ്പാട് കൊണ്ട് അവർ വോട്ട് മാറ്റി ചെയ്തു എന്നേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ കോൺഗ്രസിന്റെ ഒരു വിജയമായിട്ടോ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വിജയമായിട്ടോ പറയാൻ പറ്റില്ല. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ ഏതായാലും ശ്രീകുമാർ അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരുന്നു, പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കുറേയൊക്കെ അനുഭവത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, ഹലോ. ഇന്നത്തെ താരം VV രാജേഷ് തന്നെയാണ് കേട്ടോ. തിരുവനന്തപുരത്തിന് ഒരു BJP മേയർ, അല്ലെങ്കിൽ മേയർ പിന്നെ എല്ലാവരുടെയുമാണ്, പക്ഷേ ഒരു BJP നേതാവ് മേയറായി സ്ഥാനമേൽക്കുമ്പോൾ ഈ കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ഇടതു മുന്നണിക്ക് അതൊരു നാണക്കേടിൻ്റെ ദിനം കൂടിയല്ലേ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തമായ ഒരു കാര്യമുണ്ട്. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അതിന്റെ ആധികാരിക കണക്ക് എനിക്കറിയത്തില്ല, താങ്കൾക്ക് അറിയാമെന്ന് കരുതുന്നു. 29%, 27%, അതായത് തിരുവനന്തപുരത്ത് 2% ടോട്ടൽ വോട്ട് കൂട്ടുമ്പോൾ LDF-ന് കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് പ്രാദേശികമായിട്ട് വരുമ്പോൾ, വാർഡുകളുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ വേരിയേഷൻ അനുസരിച്ച് BJP സാങ്കേതികമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതാണെന്നാണ് എനിക്ക് അറിയുന്ന കണക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അല്ല, അത് ഞാൻ പറയുന്നത് ഒരുപക്ഷെ അങ്ങ് പറയുന്നത് അതിലൊക്കെ ഒരു കാര്യമുണ്ടാവും. കാരണം ടോട്ടൽ പോൾ പെർസെൻറ്റ് നോക്കുമ്പോൾ ഒരുപക്ഷെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2020 താരതമ്യം ചെയ്യുമ്പോൾ വലിയ മാറ്റമില്ല എന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇത് ഇവർക്കൊരു വലിയ ആത്മവിശ്വാസം നൽകുകയില്ലേ? നോക്കൂ, ഉത്തരേന്ത്യയിൽ മറ്റു സ്ഥലങ്ങളിൽ കേരളം ഒരു ചുവന്ന കോട്ട എന്നറിയപ്പെടുന്ന ഇടത്താണ് അതിൻ്റെ തിരുവനന്തപുരം തലസ്ഥാനം, അതിൻ്റെ മേയർ ഞങ്ങളുടെ BJP നേതാവാണ് എന്ന് പറയാൻ അവർക്കൊരു അവസരം കിട്ടുകയില്ലേ? തീർച്ചയായിട്ടും നമുക്ക് സാങ്കേതികമായിട്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു നിഷ്പക്ഷമതിക്ക് അങ്ങനെ കാണുവാൻ കഴിയും. പക്ഷെ ഞങ്ങളൊക്കെ അറിയാമല്ലോ, രാഷ്ട്രീയക്കാരാണ്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചവരാണ്. ഞാൻ ചാത്തന്നൂർ രാധാകൃഷ്ണൻ എന്ന് നിങ്ങൾ അറിയുന്ന രാധാകൃഷ്ണൻ, ചാത്തന്നൂർ പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തിയ ഒരു വാർഡ് കൂടി. പക്ഷെ അതിനകത്ത് വിഷയം എന്താണ്? കോൺഗ്രസ് 4 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് 1 ചുരുങ്ങി 3-ാം സ്ഥാനത്ത് പോയി. ഈ കേരളത്തിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 75% സ്ഥലങ്ങളിൽ നമ്മൾ കേരളത്തില് കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ് പോയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ കോട്ടയ്ക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറയുടെ വോട്ടോ കുറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് BJP ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ചാത്തന്നൂരടക്കം ജയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് അമ്പേ താഴെ പോയി. ഗ്രാമീണ മേഖല നിങ്ങൾ ഒരു കോർപ്പറേഷൻ മാത്രം പറഞ്ഞാൽ പോരാ. കേരളം തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, ഗ്രാമീണ മേഖലയിലേക്ക് വരണം. അതുപോലെ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല ഈ ഞങ്ങൾ വീഴ്ചപ്പോൾ ഞാനായാലും ഇടതുപക്ഷക്കാരനാണ്. സ്വയം വീഴ്ച ആത്മപരിശോധന നടത്തണം. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചകൊണ്ട് ഞങ്ങളൊക്കെ താഴെത്തട്ടിൽ സാധാരണ പ്രവർത്തകർ പറയാറുണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച അത് തന്നെയാണ് ഇടതുപക്ഷത്തിന് അല്പം പിന്നോട്ട് പോകേണ്ടി വന്നത്. ഇടതുപക്ഷം അത് തിരുത്തും. ഞാനെന്ന് പറയട്ടെ, അവിടെ ശ്രീലേഖയെ പോലെ ഒരു അധികാരിയായ ഒരു സ്ഥാനാർത്ഥിയോടൊപ്പം നിർത്തിയതാരെയാ? ഒരു സാധാരണ പെൺകുട്ടി. ആ കൊച്ചു പഠിച്ച് വല്ല ജോലിയും മേടിച്ച് കുടുംബം നോക്കേണ്ട കൊച്ചുങ്ങളൊക്കെയാണ്. ഇപ്പോൾ പൊതുവെ പാർട്ടിക്കാർക്ക് ഒരു ധാരണയുണ്ട്, യുവത്വം. ഗാന്ധിജി അറിയാമല്ലോ, ഗാന്ധിജി സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം കൃശഗാത്രനായ ഗാന്ധിജി അദ്ദേഹത്തിനോടൊപ്പം പ്രായമുള്ള വയസ്സായ അമ്മമാരോടൊപ്പം തോളിൽ കൈയിട്ടുകൊണ്ട് എഴഞ്ഞെഴഞ്ഞാണ് രാജ്യം മുഴുവൻ പോയി സ്വാതന്ത്ര്യം മേടിച്ചത്. അതേപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യുവാക്കളുടെ വലിയ കഥയുണ്ട്. കാമരാജിനെ തോൽപ്പിച്ച ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളത് ഇടതുപക്ഷമല്ലേ? അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ കടന്നപ്പള്ളി എന്ന ചെറുപ്പക്കാരൻ ഒരു ഘട്ടത്തിൽ ഒരു യുവ നേതാവായി ഉയർന്നു വന്നത് വലിയ AKGയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്കല്ലേ വരുന്നത്. അപ്പൊ യുവാക്കളെ ചെറുതായി കാണുന്നതല്ല, യുവാക്കളെ ആവശ്യമുള്ള മേഖലകളിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യണം. പരിണിതപ്രജ്ഞരായിട്ടുള്ള
രാഷ്ട്രീയത്തിൽ തഴക്കവും പഴക്കവുമുള്ളവരെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഈഗോകൾ വെച്ച് പുലർത്തിക്കൊണ്ട് ഇന്ന് തന്നെ തൃശ്ശൂർ ഒരു കോൺഗ്രസിന്റെ ചരിത്രം നമുക്കറിയാലോ, മേയർ കഥ. അത് ഒരു പാർട്ടിക്കല്ല, എല്ലാത്തിലും ഉണ്ട്. അധികാരിയായിട്ടുള്ള തഴക്കവും പഴക്കവും ഉള്ളവരെ പരിണിത പ്രജ്ഞരെ കൊണ്ടുവരുന്നതിൽ ഇടതുപക്ഷത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ബി ജെ പിയുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥിയെ നോക്കൂ, ശക്തരായ സ്ഥാനാർത്ഥികളാണ് അവർ നിർത്തിയത്. ശ്രീലേഖയോടൊപ്പം മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി അല്ല അവിടെ. ഞാനൊരു ക്യാമറ ഒരു കലത്തിലെ ചോറ് ബന്ധമെന്ന് നോക്കാൻ എല്ലാം കൂടെ ഞെക്കി നോക്കണ്ടല്ലോ. ശ്രീലേഖയുടെ വാർഡ് പോലെ തന്നെയാണ് കേരളത്തിൽ പല വാർഡുകളിലും പറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം, ഞാൻ ഇടതുപക്ഷക്കാരനാ. ഇടതുപക്ഷം അതുകൊണ്ട് പിന്നിലൊന്നും പോകുന്നില്ല. നേമത്ത് പണ്ട് ഓ രാജഗോപാൽ ജയിച്ചല്ലോ, എന്തായി സ്ഥിതി? അസംബ്ലി തെരഞ്ഞെടുപ്പ് പറയാൻ കുത്തനെ നമ്മൾ അറിയാമല്ലോ. സാങ്കേതികമായി നേരത്തെ ഒരു സുഹൃത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭരണപരിഷ്കാരങ്ങളൊക്കെ പറയുന്നത് കേട്ട് സാധാരണ ജനങ്ങളെ കയ്യിൽ വരുന്ന ആകെ ഒരു 6,000 രൂപയുടെ കാര്യം പറയുന്നുണ്ട്. പിണറായി കൊടുക്കുന്ന 24,000 കുറിച്ച് ആരും പറയുന്നില്ല. കാരണം കൊടുക്കുന്നത് കണ്ടു പറയുന്നത് ഇഷ്ടമല്ലാത്ത അച്ചി ചെയ്യുന്നതെല്ലാം കുറ്റം. അപ്പൊ പിണറായി എന്ത് വാരിക്കോരി കൊടുത്താലും ഹൃദയം പറിച്ചു കൊടുത്താലും അത് മോശമാണ്. കേന്ദ്രത്തിൽ നിന്ന് 6,000 കൊടുക്കുന്നതിന് വലിയ കണക്കുണ്ട്. പിണറായി 22,000 കൊടുക്കുന്നതിന് ആർക്കും വിലയില്ല. പക്ഷെ വീഴ്ചയുണ്ട്. ഞാനും ഇടതുപക്ഷക്കാരനാ. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ട്. ശ്രീലേഖയോടൊപ്പം ഉള്ള സ്ഥാനാർത്ഥിയുടെ എതിർപക്ഷ സ്ഥാനാർത്ഥിയുടെ സമാനമായിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നോട്ട് പോയത്. ഭരണത്തിൽ ഏറ്റവും ഇത്രത്തോളം ജീവകാരുണ്യപരമായിട്ട് ജനങ്ങളുടെ സാധാരണക്കാരന്റെ കയ്യിൽ പണമെത്തുന്ന അവന്റെ കലത്തിൽ അരിവേവും എന്ന് ഉറപ്പുള്ള ഭരണമുള്ളത് പിണറായി സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ തന്നെയാണ്. പക്ഷേ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ ഇടതുപക്ഷക്കാരാ പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം പോകത്തില്ലായിരുന്നു. ശ്രീലേഖയോടൊപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അഭിപ്രായം ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ അങ്ങയുടെ ആ ഒരു വിലയിരുത്തലും കൂടി ഒരു പക്ഷേ പാർട്ടി ഇനി പരിശോധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒക്കെ എതിരാളിയെ കൂടി കണക്കിലെടുത്തുള്ള ഒരു നിർണയം അനിവാര്യമാണ്. അപ്പോൾ ഷാജി ഭാസ്കർ എന്നോട് പറയുകയാണ്, ശ്രീകുമാർ അടൂർ അവിടുത്തെ കുറേ കേന്ദ്ര സർക്കാരിൻ്റെ യോജനകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഗ്യാസ് സബ്സിഡിയുടെ കാര്യം പറയാൻ മറന്നുപോയി എന്നാണ്. അപ്പോൾ ശ്രീദേവി പറയുന്നത് വി രാജേഷ് നല്ലൊരു വ്യക്തിയാണ്, പാർട്ടി വെച്ച് നോക്കേണ്ട, അദ്ദേഹത്തിനെ മേയർ ആക്കിയാൽ നല്ല തീരുമാനമായി എന്ന് എന്നോട് പറയുന്നു. സുഭാഷ് പറയുന്നു ഇവിടെ BJP നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ചില മാധ്യമ സിൻഡിക്കേറ്റാണ്. എന്തിനും BJPയെ വേട്ടയാടുന്നു. ചില മാധ്യമങ്ങൾ രണ്ട് മുന്നണിയിലും നന്നായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ സുഭാഷിന് ഇപ്പോൾ തോന്നുന്നത് BJPയെ മാധ്യമ സിൻഡിക്കേറ്റുകൾ അറ്റാക്ക് ചെയ്യുന്നതാണ്. ശരിക്കും മാധ്യമ സിൻഡിക്കേറ്റ് എന്ന വാക്ക് തന്നെ ഇടതുപക്ഷം കൊണ്ടുവന്ന പിണറായി വിജയൻ്റെ പ്രയോഗമാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന്. അപ്പം അതിപ്പോൾ BJPക്കാരും പറയാൻ തുടങ്ങി. ഏതായാലും അങ്ങനെ സിൻഡിക്കേറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിതിൽ കുറേ കാലമായി. ഏതായാലും ഒരു സിൻഡിക്കേറ്റിലും എനിക്ക് അംഗത്വം കിട്ടിയിട്ടില്ല. ശ്രീനിവാസൻ ഹരിലാൽ കൂടി എന്നോടൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ഹരിലാൽ, ശ്രീ ഹരിലാൽ, ഓക്കെ, അദ്ദേഹത്തിന് ടെലിഫോണിൽ നമസ്കാരം. ഹരിലാൽ, അവിടെ ഈ ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിന് വലിയ വീഴ്ചയൊന്നും പറ്റിയില്ല. പക്ഷേ ആകെ മൊത്തത്തിൽ ഒരു പരാജയം സംഭവിച്ചതിൻ്റെ മണം വന്നു. BJPക്ക് ഒരു നേട്ടത്തിന്റെ കഥയുമുണ്ട്. സാറേ, നമ്മളെ ഇപ്പൊ എനിക്കൊരു അഭിപ്രായം പറയാന്ന് വെച്ചാലേ, എന്റെ അഭിപ്രായം ഇടതുപക്ഷത്തിന്റെ അങ്ങ് TV ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. അങ്ങ് ടെലിഫോണിൽ എന്നോട് സംസാരിക്കും. സാറ് പറഞ്ഞോളൂ. അങ്ങ് TV ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ ലാഗ് വരുന്നത്. അങ്ങ് ടെലിഫോണിൽ എന്നോട് സംസാരിക്കും. ചോദിച്ചു. ശരി, അപ്പം ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീനിവാസൻ, എനിക്ക് അങ്ങനെ ടെലിഫോൺ ലൈൻ ക്ലിയർ അല്ല. മുരളി കൂടി എന്നോട് ചേരുന്നത്. അപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ശ്രീ മുരളി, ഈ വടക്കൻ കേരളത്തിൽ BJPക്ക് വലിയ ഒരു ശക്തിയാകാൻ അങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടായ പോലെ അല്ലെങ്കിൽ തൃശ്ശൂരുണ്ടായ പോലെയുള്ള മാറ്റം അങ്ങോട്ടേക്ക് അങ്ങനെ ചില ഇപ്പോൾ കാഞ്ഞങ്ങാട് അവിടെയൊക്കെ ചെറിയ വിജയമൊക്കെ നേടാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ശക്തിയായി മാറാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് മാത്രമല്ലല്ലോ കാര്യം. അങ്ങോട്ടേക്ക് BJP കൂടുതൽ വരുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് എനിക്ക് തോന്നുന്നത്? ഇവിടെ തിരുവനന്തപുരത്ത് അവർക്ക് അധികാരം കിട്ടിയതേ കോൺഗ്രസിന്റെ 40 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വോട്ട് കുറവാണ്. ശരി. ഇനി അഥവാ BJP തിരുവനന്തപുരം ഭരിച്ചാൽ തന്നെ അവർ രാജേഷിന്റെ പേര് വെക്കേണ്ടി വരും. ഓരോ മണ്ഡലത്തിലും എന്തെങ്കിലും സഹായം കിട്ടണമെങ്കിൽ അവരുടെ ഫോട്ടോ വെക്കേണ്ടി വരുമോ? ഇവിടെ പിണറായി സർക്കാർ 5 ലക്ഷം വീട് കൊടുത്തപ്പോ 70,000 രൂപ BJP സർക്കാർ തരാമെന്നുണ്ട്. അവർ പ്രധാനമന്ത്രിന്റെ ഫോട്ടോ വെക്കാൻ പറഞ്ഞു. ഈ തിരുവനന്തപുരത്തുള്ള BJPക്കാരെങ്കിലും അവര് സഹായം കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അതും അവർ പറയും രാജേഷിന്റെ ഫോട്ടോ വെക്കാൻ എന്തെങ്കിലും സഹായം കൊടുത്തു കഴിഞ്ഞാൽ. ശരി, വ്യക്തമാണ്. അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ രാധാകൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? രാധാകൃഷ്ണൻ, ഗുഡ് ഈവനിങ്. ഞാൻ പാലക്കാട് പ്രായരി. ഓക്കെ. എന്നോട് എനിക്കിപ്പോൾ ഓർമ്മ വന്നു. പ്രായരിയിലെ
അങ്ങയുടെ വീടിൻ്റെ സ്ഥലമൊക്കെ എനിക്ക് എന്നോട് അന്ന് പറഞ്ഞിരുന്നു. അതെ. നമസ്കാരമുണ്ട്. നമസ്കാരം. ഏതായാലും മകള് വിദേശത്താണെന്നോ മറ്റോ അന്ന് എന്നോട് സംസാരിക്കുമ്പോൾ പറയുകയൊക്കെ ചെയ്തത്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു. അത് തന്നെ. ഇപ്പൊ ഏതായാലും തിരുവനന്തപുരം BJP പിടിച്ചു. അതേമാതിരി തന്നെ തൃപ്പൂണിത്തുറയും പിടിച്ചിട്ടുണ്ട്. ഓൺലി പാലക്കാട്ട് അല്പം പ്രോബ്ലം ഉണ്ട്. പക്ഷെ എന്നാലും പാലക്കാട്ടും അവര് കൂടുതൽ സീറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത്രയും കൊല്ലം 10-60 വർഷമായിട്ട് LDFും UDFും എല്ലാം ഭരിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇവർക്കൊരു ചാൻസ് കൊടുത്തു നോക്കൂ, എന്നിട്ട് എന്താ സംഭവിക്കണേന്ന് അറിയാലോ. അത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലല്ലേ ഇരിക്കണേ. അടുത്ത ഇതില് നമുക്ക് മാറ്റാമല്ലോ ഇവരെ. അവർക്കൊരു ചാൻസ് കൊടുത്തു നോക്കൂ, എന്നിട്ട് എന്താ നടക്കാൻ പോണേ തിരുവനന്തപുരത്തോ പലയിടത്തും ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നും LDFും UDFും എന്നും പറഞ്ഞ് നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇവർക്കൊരു ചാൻസ് കൊടുത്തു നോക്കൂ. അവര് ദേ ആർ നോട്ട് ബിഹേവിങ് പ്രോപ്പർലി. നമ്മുടെ കയ്യിലല്ലേ വോട്ടുള്ളത്. ഇവരെല്ലാം നമുക്ക് ഭംഗിയായിട്ട് അങ്ങക്ക് ഈ പാലക്കാട് നഗരസഭയിൽ അവർക്ക് 2 തവണ അവസരം കൊടുത്തല്ലോ. അപ്പൊ അങ്ങക്ക് എന്താണ് തോന്നുന്നത്? അപ്പൊ പ്രായരി ആ നഗരസഭയുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളില് ചില പ്രശ്നങ്ങളുണ്ട് പാലക്കാട്ട് BJPക്കാര്. അതുകൊണ്ടാണ് പറ്റിയത്. അല്ലെങ്കിൽ അവസരം കൊടുക്കുമ്പോൾ തമ്മിലടി ആവുകയാണോ പലയിടത്തും? അതാണോ പ്രശ്നം? എന്താണ് അവസരം കൊടുക്കുമ്പോൾ അധികാരത്തിനുള്ള തമ്മിലടി കൂടുകയാണോ? അത് തന്നെ. അതിന് ഒരു പ്രോപ്പർ ഒരു ഇത് വരണം. അത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായോടുകൂടി വളരെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേമാതിരി ഒരു നല്ല ആളുകൾ ഇവിടെയും വരണം. നല്ല ഈ തമ്മിൽ അടിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഭംഗിയായും തീരും. അതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗോപകുമാർ എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. ഗോപകുമാർ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നഗരസഭയ്ക്ക് പരിധിക്കകത്തു നിന്നാണോ? ശ്രീ ഗോപകുമാർ നമസ്കാരം. നഗരസഭയുടെ പരിധിക്കകത്തു നിന്നാണോ അങ്ങ് വിളിക്കുന്നത്? അല്ല, നഗരസഭയുടെ പുറത്താണ്. ഞാൻ ചെർപ്പളശ്ശേരി. ചെർപ്പളശ്ശേരി. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. ശബ്ദം കേട്ടപ്പോൾ ആളെ എനിക്ക് മനസ്സിലായി. അങ്ങ് പക്ഷെ കുറെ ആയി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് അല്ലേ? അല്ല, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാനുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അങ്ങ് അയ്യോ, ഇന്നലെ മിനിഞ്ഞാന്ന് സാറേ. അപ്പൊ ഇന്നലെ ഞാൻ മിസ്സായോ എന്നറിയില്ല. മിനിഞ്ഞാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നാണ് എന്റെ ഓർമ്മ. ശരി, ഓക്കെ. അത് പാലക്കാട് നിന്ന് ചെർപ്പളശ്ശേരി ഭാഗത്താണ്, കുറ്റാനശ്ശേരി. എങ്ങനെയാലും ഞാനൊരു BJP അനുഭാവിയാണ്, സാറിന് അറിയാം. അവിടെ ആ ചെർപ്പളശ്ശേരിയിൽ എന്ത് സംഭവിച്ചു? BJPക്ക് എന്തൊക്കെ ഏത് തരത്തിലുള്ള ഒരു പ്രകടനമാണ് നടന്നത് അവിടെ കാഴ്ചവെക്കാൻ പറ്റിയത്? ചെർപ്പളശ്ശേരിയില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വോട്ടിംഗ് പെർസെന്റേജ് കൂടിയിട്ടുണ്ട്. അപ്പൊ അങ്ങയുടെ വാർഡിൽ ആരാ ജയിച്ചത്? എന്റെ നാട്ടില് ഞങ്ങൾ 2ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്ത്. അവിടെ ജയിച്ചത് LDF ആണ് അല്ലേ? LDF ആണ്. പഞ്ചായത്ത് വെള്ളിനേരി പഞ്ചായത്താണ്. LDF ആണ് ജയിച്ചത്. വെള്ളിനേരി പഞ്ചായത്താണ്. ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, ഒരു മെമ്പർ ഉണ്ടായിരുന്നു. ഇത്തവണ അത് മിസ്സായി. ലേഡീസ് വാർഡാക്കി മാറ്റി. അവിടെ ലേഡീസിനെ നമുക്ക് നിർത്തി ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ വോട്ടിംഗ് പെർസെന്റേജ് ഒക്കെ കൂടിയിട്ടുണ്ട്. പഞ്ചായത്തിൽ മൊത്തം 2ാം സ്ഥാനമുണ്ട്. അത് തൊട്ടപ്പുറത്തുള്ള തൃക്കടേരി പഞ്ചായത്തില് ഒരു സീറ്റ് LDFന്റെ തന്നെ വലിയൊരു നേതാവിനെ തോൽപ്പിച്ചിട്ട് സീറ്റ് നേടിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലൊരു സീറ്റ് ഉണ്ട്. അങ്ങനെ അല്ലേ, മുന്നോട്ടാണെന്നാണ് വിലയിരുത്തൽ. തീർച്ചയായിട്ടും മുന്നോട്ടാണ് സാറേ. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കാര്യമല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് മറ്റേ മേയർ കാട്ടിക്കൂട്ടിയ വിപ്ലവപരമായ മാറ്റങ്ങള്, അതാണ് ഇപ്പൊ BJPക്ക് ഒരു ഗുണമായെന്നാണ് അങ്ങ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പ്രധാനമന്ത്രി വരും എന്നാണ് പറയുന്നത്. വരുമോ? തീർച്ചയായിട്ടും വരും സാർ. പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും അല്ലേ? പറഞ്ഞു ചെയ്യുന്ന പാർട്ടിയാണ് BJP. പറഞ്ഞു ചെയ്യുന്ന പാർട്ടിയാണ്. ആണോ? അപ്പൊ ഈ പ്രചരണത്തിന് അങ്ങ് ഇത്തവണ ഗോപകുമാർ ഇത്തവണ പോയിരുന്നോ? പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ മൈക്ക് അനൗൺസ്മെന്റ് ഫുൾ ടൈമർ ഞാനായിരുന്നു. വെള്ളിയാഴ്ച പഞ്ചായത്തിൽ 5ാം തീയതി തൊട്ട്. നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ പലരും ഈ പ്രചരണ രംഗത്ത് സജീവമായിരുന്ന ആളുകളാണ് കേട്ടോ. അപ്പൊ ആളുകളുടെ ഞാൻ അത് ചോദിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ചില ആളുകൾ വീട്ടിലിരുന്ന് ഇങ്ങനെ അവരൊരു അഭിപ്രായം പറയും. പക്ഷെ ജനങ്ങളുമായി സംവദിച്ച് അവരുടെ കൂടെ ഇറങ്ങി പ്രവർത്തിച്ച ആളുകൾ അഭിപ്രായം പറയുമ്പോൾ അതിന് കുറെ കൂടി വിലയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. അതെന്തായാലും ഞാന് പാർട്ട് ടൈമറാണ്. പാർട്ട് ടൈം എന്ന് പറയാം. പക്ഷെ എനിക്ക് തൊഴില് തമിഴ്നാട്ടിലാണ്. അത് ശരി. അത് കാരണം കൊണ്ട് ബിസിനസ് ആണ്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഇലക്ഷൻ സമയത്ത് ഞാൻ 5ാം തീയതിയാണ് വന്നത്. അത് ശരി. 5ാം തീയതി വന്നിട്ട് പിന്നെ ഫുൾ ടൈം. അപ്പൊ തമിഴ്നാട്ടിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്? തമിഴ്നാട് ഈരോട്. ഓക്കെ, ശരി. അപ്പൊ ഏതായാലും സന്തോഷം വിളിച്ചതിൽ. അപ്പൊ ഈരോഡിലെ സുഹൃത്തുക്കളോടും നമ്മുടെ അന്വേഷണമൊക്കെ പറയണം. അങ്ങയുടെ അവിടെ ചെർപ്പളശ്ശേരിയിലെ ആളുകളോടും അന്വേഷണം പറയണം. ഓക്കെ, അപ്പൊ വളരെയധികം സന്തോഷം. ഒരു കാര്യം കൂടി പറയണം. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അപ്പൊ തിരുവനന്തപുരത്ത് മാത്രമല്ല സാറേ, ഞങ്ങൾ ഇവിടെ കൊല്ലം കോർപ്പറേഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ,
അങ്ങനെ ഒരുപാട് കോർപ്പറേഷനിൽ ഞങ്ങൾ മുന്നിട്ട് വന്നിട്ടുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്മളാണ് ഭരിക്കുന്നത്. അവന്മാര് ഇവിടെ പോയിട്ടുണ്ട്, പന്തളത്ത് പോയിട്ടുണ്ട്. പോയില്ല എന്ന് പറയാൻ കഴിയില്ല. പന്തളത്ത് പോയിട്ടുണ്ട്. അത് കുറച്ച് പിടിവലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കും. അതിന് പുത്രപൂണിത്തറ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വോട്ടിംഗ് പെർസെന്റേജ് ഒരു 2% MP ഇലക്ഷനെക്കാട്ടിലും ഒരു 4%, 3% വോട്ട് കമ്മിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് MLA ഇലക്ഷനെ ഞങ്ങൾ അത് എന്തായാലും മുന്നേറും, ഉറപ്പാണ്. ശരി, വ്യക്തമാണ്. നേരത്തെ ചാത്തന്നൂരിൽ ഒരു ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചാത്തന്നൂർ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക, ചാത്തന്നൂർ രാധാകൃഷ്ണൻ. അയാളോടും കൂടി അയാൾ കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾ വിചാരിക്കട്ടെ ചാത്തന്നൂർ ഞങ്ങൾക്ക് MLA ഉണ്ടാവും. ചാത്തന്നൂർ MLA ഉണ്ടാവും. ശ്രീ രാധാകൃഷ്ണൻ കേൾക്കുന്നയാളെ കേട്ടോ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം ഫോൺ ചെയ്യും. അപ്പോൾ ശ്രീ ഗോപകുമാറിനെ ഞാൻ വിളിക്കും. അപ്പൊ അന്ന് തന്നെ വിളിക്കണം. ഓക്കെ, ശരി. അപ്പോൾ വ്യക്തമാണ് അഭിപ്രായം. ചാത്തന്നൂർ BJP MLA ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്ന ഹരി പറയുന്നത് തിരുവനന്തപുരത്തെ കണക്ക് ശരിയല്ല, നാടാർ സമുദായം എവിടെ പോയി എന്ന് എന്നോട് ചോദിക്കുന്നു. ഷാജി ഭാസ്കരൻ പറയുന്നത് BJP ജയിച്ചാൽ മാത്രം പിന്തുണയ്ക്കുന്ന മോദിയുടെ വാദം ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ്. അങ്ങനെ ഒരു ജയിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിലെ കാര്യമാണ്. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മേയറും പ്രധാനമന്ത്രിയും ഒക്കെ ജനങ്ങളുടെയാണ്. അപ്പോൾ അവരെ എല്ലാവരെയും പിന്തുണയ്ക്കുക എന്നുള്ള രീതിയാണ് വരേണ്ടത്. ഇവിടെ BJP നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മാധ്യമ സിൻഡിക്കേറ്റ് ആണെന്ന് സുഭാഷ് പറയുന്നു. പിന്നെ ശ്രീകുമാർ അടൂരിനെ സംബന്ധിച്ച് ചില പ്രതികരണങ്ങളുണ്ട്. അമ്പാടി പറയുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ BJP മൂന്നാമതായി. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പല ആളുകളും അപ്പോൾ അഭിജിത്ത് എന്നോട് പറയുന്നത് പൊളിറ്റിക്സ് വേണം, പക്ഷേ പാർട്ടിയുടെ അടിമകളാവരുത്, അതിൽ ശ്രദ്ധിക്കണം എല്ലാ മലയാളികളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻകുട്ടി നമ്മുടെ മണിമല ഇന്ന് വിളിച്ചിട്ടില്ല, പക്ഷേ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. BJP ഭരിച്ച പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തോൽക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവർക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി അവർ പോകുമെന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയുടെ അഭിപ്രായം. മനോജ് പാലക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. മനോജ് പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം. ഞാൻ മുണ്ടൂർ കീഴ്പ്പാടം. മുണ്ടൂരാണ്. മുണ്ടൂർ കീഴ്പ്പാടം. മുണ്ടൂർ ഇടത് കോട്ടയാണല്ലേ ശ്രീ മനോജ്? ഇടത് കോട്ടയാണ് ആയിരുന്നു. ഇപ്പതാ രണ്ടാം സ്ഥാനത്ത് 14 വാർഡില് BJP ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അവിടെ BJP 2 വാർഡ് കിട്ടുകയും ചെയ്തു. 2 വാർഡ് പിടിച്ചെടുത്തു. അപ്പൊ മുണ്ടൂരിലെ BJP പ്രവർത്തകർക്ക് വലിയ ആവേശത്തിലാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയത് അവിടെ വലിയ ചർച്ചയായിട്ടുണ്ടോ മുണ്ടൂരൊക്കെ? തീർച്ചയായിട്ടും അതൊരു ഇവിടെയുള്ള BJP പ്രവർത്തകർക്ക് അതൊരു ആവേശമാണ്. പിന്നെ പാലക്കാട് 3ാമത്തെ പ്രാവശ്യം വന്നാൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 45 ദിവസത്തിനകം വലിയൊരു വികസന പദ്ധതിയുമായി വരുമോ? വികസന പദ്ധതിയുമായിട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ വരുന്ന ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് ഒരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്, അപ്പോൾ BJP ജയിച്ചില്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരത്തിന് വികസന പദ്ധതിയുമായി അദ്ദേഹം വരില്ലായിരുന്നോ? അല്ല, അതിപ്പോ നമ്മൾ അങ്ങനെ പറയണ പറഞ്ഞപ്പോ ഇടതുപക്ഷം ജയിച്ചാലാണ് ഇടതുപക്ഷം പല കാര്യങ്ങളും ചെയ്യാൻ പറയുന്നത്. അപ്പൊ ജയിച്ചില്ല പറഞ്ഞാൽ നാട്ടുകാർക്ക് ഒന്നും കൊടുക്കില്ലേ എന്നുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെ അത് ഓരോരോ അവർക്ക് ഭരിക്കാനുള്ള സാഹചര്യം കൊടുക്കുമ്പോൾ ആ പാർട്ടിയുടെ കാഴ്ചപ്പാടും അവരുടെ നയങ്ങളും നടപ്പാക്കാൻ പറ്റും. ഇപ്പൊ ഇടതുപക്ഷമാണെങ്കിലും പല കാര്യങ്ങളും ചെയ്യാൻ പറയുന്നുണ്ട്. അത് അവർ ജയിച്ചു വന്നല്ലേ ചെയ്യാൻ പറ്റുന്നത്. 10 വർഷം നമ്മൾ അവർക്ക് ചാൻസ് കൊടുത്തു, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അവർ ഒരുപാട് കളവുകളിലും ഒരുപാട് മറ്റെന്താ പറയാ അഴിമതികളിലും പെട്ടുപോയി. അതല്ലാതെ നമ്മൾക്ക് പഴയ ചെറുപ്പത്തിലൊക്കെ LDF-ലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ പഴയ കാലത്ത് നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ എത്രയോ നല്ല നല്ല നേതാക്കന്മാര് അവരുടെ ജീവിത രീതി തന്നെ നിങ്ങൾ നോക്കൂ. അവർ ഇന്നും വീട്ടിൽ പോയി കഴിഞ്ഞു പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, ജനങ്ങൾക്ക് വേണ്ടി സേവിച്ചവരാണ്. പക്ഷെ ഇന്ന് വരുന്ന ഒരു MLA ഒരു പഞ്ചായത്ത് മെമ്പർ എടുത്തു നോക്കൂ, കോടീശ്വരന്മാരാണ്, LDF-ന്റെ തന്നെയാണ്. നിങ്ങൾ ഇതൊക്കെ പത്രക്കാർക്ക് നിങ്ങൾക്ക് അറിയാതെയല്ല, നിങ്ങൾ പലതും മറച്ചു വെക്കുന്നു. എന്താ പറയുക, നിങ്ങൾക്ക് പലതും മൂടി വെക്കാനുണ്ട്, ജനങ്ങൾ അറിയരുത്. അങ്ങനെ ചെയ്യരുത്. സത്യസന്ധമായി എപ്പോ പ്രവർത്തിക്കുന്നോ അപ്പൊ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാവും. ഇവര് തെറ്റിയത് ഇവര് തെറ്റാണെന്ന് പറയണം, BJP തെറ്റിയതാ പറയണം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഉദാഹരണമാണ് ചോദിക്കുന്നത്. മൂടി വെച്ചത് എന്താണ്? മൂടി വെച്ചത് ഇപ്പോ നമ്മളെ പ്രധാനമന്ത്രി കൊണ്ടുവരുന്ന പല പദ്ധതികളും, ഒരുപാട് പദ്ധതികളുണ്ട്. ടിവിയിൽ ഒന്നും അത് പറയില്ല, പത്രങ്ങളിൽ അങ്ങ് വായിക്കാറില്ലേ? ഇല്ല, വരാറില്ല. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ. അത് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ട് ഒരു കാര്യങ്ങൾ വന്നാൽ അത് പല ബൂമറായിട്ട് വലുതായിട്ട് കൊണ്ടുവരും. അതായത് പിന്നെ ഞാൻ മനോജ് നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിച്ചുകൊണ്ടും വലിയ ഒരു ആദർശ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും ഞാൻ അങ്ങയോട് ചെറിയൊരു കാര്യം പറയാം. നമ്മൾ ഒരു പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്നത് എക്കാലത്തും എടുത്തിട്ടുള്ള ഒരു ധർമ്മം ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളാണ് പൊതുവെ എടുക്കാറ്. അതിപ്പോൾ BJP അല്ല, കോൺഗ്രസ് ഭരിക്കുമ്പോഴും അല്ല ഒരു മിനിറ്റ് അപ്പോൾ അവർ വരുന്ന ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികളെക്കുറിച്ചൊക്കെ പറയും. പക്ഷേ വീഴ്ചകളാണ് പ്രധാനമായും
കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണ്. അത് ഒരു പത്ര ദൗത്യം കൂടിയാണ്. കാരണം ഈ സ്തുതിപാഠകരായി അവതാരങ്ങൾ പാടി നടക്കുന്നവരായി ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവരായി പത്രങ്ങൾ അധപ്പതിക്കുകയല്ല, മറിച്ച് ചെറിയ തെറ്റുകൾ പോലും തിരുത്താനുള്ള ഒരു അവസരമാണ് ഭരണവിഭാഗത്തിൽ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് പത്രങ്ങൾ വേണ്ടത് എന്നതാണ് നിലപാട്. ജനങ്ങൾക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാനും അവർക്ക് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നില്ല. ഇപ്പൊ ഒരു കാര്യം പറയാം, ഇപ്പോ 25% അല്ല 40% തൊഴിലുറപ്പ് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഇതുവരയ്ക്കും കേന്ദ്രമാണ് അത് കൊടുക്കുന്നതെന്ന് അറിഞ്ഞത്. ഇന്നലെ വരയ്ക്കും ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, അത് നമ്മുടെ ഇടതുപക്ഷമാണ് തരുന്നത്. എനിക്കൊന്ന് മുണ്ടൂരിൽ ആരോ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാണ്. കാരണം ഈ ജാഥയ്ക്ക് കൂട്ടിയിട്ട് പോകുന്ന സ്ത്രീകളിലെ ജാഥയ്ക്ക് കൂട്ടിയിട്ട് പോലും നിങ്ങൾ നാളെ വന്നില്ലെങ്കിൽ അത് ഞാൻ അങ്ങ് പറയുന്നതിനോട് യോജിക്കുന്നു. പക്ഷേ ഇത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണെന്നും ഇത് UPA സർക്കാരിന്റെ കാലത്താണ് വന്നതെന്നും ഇത് നാഷണൽ എംപ്ലോയ്മെന്റ് റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന്റെ തുടർച്ചയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങൾ ഇത് അറിയിക്കുന്നില്ല, സാധാരണപ്പെട്ട ജനങ്ങൾ ഇത് അറിയുന്നില്ല, അവരിനെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് പത്രക്കാർക്ക് അറിയാം, അവര് വെളിയിൽ അത് പറയുന്നില്ല. സ്ഥിരമായി വായിക്കാറില്ലെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങേക്ക് ഞാൻ പറയുന്നത് എല്ലാ പത്രങ്ങളും അങ്ങ് വായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങ് വായിക്കുന്ന പത്രത്തിൽ എന്തോ കുഴപ്പമുണ്ട്. ഇതിപ്പോ ഞാൻ പത്രത്തിൽ നിന്നാണ് ഇതൊക്കെ അറിഞ്ഞത്. മഹാത്മാഗാന്ധിജി ഗാന്ധിജിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ പേര് മാറ്റിയതും ഒക്കെ ഞാനും അറിയുന്നത് അങ്ങനെയാണ്. പേര് മാറ്റിയാലും 125 ദിവസമായല്ലോ. ജനങ്ങൾക്ക് 125 ദിവസം തൊഴിൽ കിട്ടണമെന്നായില്ലേ? ഒരാഴ്ചക്ക് തന്നെ ശമ്പളം കിട്ടണം എന്നുള്ളത് ഒരാഴ്ചയിൽ കൊടുത്തില്ലെങ്കിൽ അവർക്ക് അതിന്റെ ഒരു ആനുകൂല്യങ്ങൾ കിട്ടണം എന്ന് പറയുന്നുണ്ടല്ലോ. അതൊക്കെ പറയുന്നില്ല. എന്റെ മനോജെ, നമ്മൾ അതൊക്കെ ഈ പൊതുവേദിയിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മനോജിന് ഇട്ടുതരാം. എത്ര 100-ൽ നിന്ന് 125 ആയതും അതിന് ഡിജിറ്റൽ ഇത് സംവിധാനമുണ്ടായതും അതിൽ ഉപഭോക്താവിന് നേരിട്ട് കാശെത്തുന്നു എന്ന സംവിധാനം വരുന്നുവെന്നും അതിൽ തട്ടിപ്പ് ഒഴിവാക്കാനുള്ള പദ്ധതി വരുന്നുവെന്നും അത് മോണിറ്റർ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരുടെ സംവിധാനം വരുന്നുവെന്നും ഒക്കെ ഞാൻ തന്നെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയ കാര്യം കൂടി പറഞ്ഞപ്പോൾ അങ്ങ് അത് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അതാണ് പ്രശ്നം. ഇല്ല, അത് മഹാത്മാഗാന്ധിജിന്റെ പേര് വെട്ടിയത് പറഞ്ഞത് തീർച്ചയായിട്ടും അത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണം. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങ് ആഗ്രഹിക്കുന്നത് ഇത് മാത്രം പറയണമെന്നാണ്. അത് പറഞ്ഞില്ല എന്നുള്ളതാ പറയുന്നുള്ളൂ. എല്ലാം പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങേ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങ് ഈ നമ്മുടെ യൂട്യൂബിൽ എടുത്തു നോക്കിയാൽ ഇതിന്റെ തന്നെ ലിങ്ക് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസവും യൂട്യൂബിൽ വേറൊരു പ്രേക്ഷകൻ ഇത് ആവശ്യപ്പെട്ടപ്പോൾ ലിങ്ക് ഇട്ട് കൊടുത്താണ്. നമ്മൾ വിശദമായി ചർച്ച ചെയ്താണ്. അപ്പൊ വിശദമായി ചർച്ച ചെയ്യാതിരിക്കില്ല. മാത്രമല്ല ഇത് അങ്ങേക്ക് അത് മനോജ് ഇതെന്താണെന്നറിയാമോ, ഇത് അങ്ങ് മാത്രം ഉന്നയിക്കുന്നൊരു പ്രശ്നമല്ല. ഈ പൊതുവെ രാഷ്ട്രീയക്കാരെ പൊതുവെ പറഞ്ഞിങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, മാധ്യമങ്ങൾ നമ്മുടെ കൂടെയല്ല, മാധ്യമങ്ങളെ വിശ്വസിക്കേണ്ട. കേന്ദ്രം കൊടുത്താലും കേരളം ഇവിടേക്ക് കൊടുക്കുന്നില്ല, നെല്ല് അളക്കുന്നില്ല. ജനങ്ങൾക്ക് നെല്ല് കൊയ്തിട്ട് പാടത്ത് കിടക്കുമ്പോ നിങ്ങൾ വേണ്ടത്ര പബ്ലിസിറ്റി കൊടുക്കുന്നില്ല, നിങ്ങൾ വേറെ എന്തിനൊക്കെയോ കൊടുക്കുന്നു. എന്റെ പൊന്ന് മനോജ്, ഈ നെല്ല് അളക്കുന്നതിനെ കുറിച്ചും കർഷകരുടെ പ്രതിസന്ധിയെ കുറിച്ചും ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത് ചെറിയ ഒരു ന്യൂസ് കൊടുക്കുന്നില്ല. മനോജ് TV കാണാറില്ല, വാർത്തയും വായിക്കാറില്ല എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മനോജ് ഇത് ഞാൻ ഡേറ്റ് വെച്ച് സമയം വെച്ചപ്പോൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നെല്ലിന് കിട്ടാത്തത്, വില കിട്ടാത്ത മാസങ്ങളോളം ഇത് വാർത്തയായി. എല്ലാ ദിവസവും ഇത് വാർത്തയായി. എത്രയോ തവണ ഇത് വാർത്താസമ്മേളനങ്ങളിൽ ഉയർത്തുന്നത് മാധ്യമപ്രവർത്തകരാണ്. കൃഷിമന്ത്രിയോട് ഇതിൻ്റെ പ്രതികരണം ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകരാണ്. അങ്ങനെ എല്ലാം കൃത്യമായി ചോദിക്കുന്നത്, എല്ലാം സംസാരിക്കുന്നത് മാധ്യമപ്രവർത്തകരാണ്. അപ്പം നെല്ലിൻ്റെ കാര്യത്തിലും കർഷകരുടെ കാര്യത്തിലും ഒന്നും ഞങ്ങൾ ഇടപെട്ടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഇത് എന്താണെന്ന് വെച്ചാൽ മനോജ്, ഇത് അങ്ങ് ഇതൊന്ന് പുനഃപരിശോധിക്കണം. എന്താണെന്നറിയാമോ, ഇപ്പം പാർട്ടികളിൽ ഒരു ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി വെക്കുകയാണ്. അതായത് മാധ്യമങ്ങളെ വിശ്വസിക്കേണ്ട, അവർ നമ്മളെക്കുറിച്ച് പറയുന്നതെല്ലാം തെറ്റാണ്. നമ്മൾ അങ്ങനെയല്ല. ആ ഓരോ പാർട്ടിക്കും ഒരു മാധ്യമം ഉണ്ടല്ലോ, ആ മാധ്യമത്തിലെങ്കിലും ഈ വാർത്ത വരില്ലേ? നിങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ്, എല്ലാ മാധ്യമങ്ങളെയും അടച്ചാക്ഷേപിക്കുകയാണ്. ആ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളില്ലേ, അവരെങ്കിലും ഈ വാർത്ത കൊടുക്കൂലേ? അത് കൊടുക്കുന്നുണ്ട്, ഇല്ല പറയുന്നില്ല. അത് ഒരു ചാനലുള്ളൂ, അത് മൊത്തം നുണ പറയണമെന്നും പറഞ്ഞ് അവരിനെ നിങ്ങള് ഇല്ലാതാക്കാൻ നോക്കില്ല. ഞങ്ങളാണോ പറഞ്ഞത് നുണ പറയാണെന്ന്? ഇതൊക്കെ അങ്ങ് എവിടുന്നാണിത് ഇങ്ങനത്തെ ഓരോ ന്യായമായിട്ട് വരുന്നത് എനിക്ക് മനസ്സിലായി. ഏതായാലും കൊള്ളാം. അങ്ങ് മുണ്ടൂരുകാരനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മുണ്ടൂരുകാരുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ അവർ വളരെ നിഷ്കളങ്കരാണ്. എനിക്ക് വളരെ അവിടെ നിന്ന് കുറേ പേരെയൊക്കെ അറിയാം. അപ്പോൾ അങ്ങ് ഈ പറഞ്ഞത് അങ്ങയുടെ നിഷ്കളങ്കത്വം കൊണ്ട് പറഞ്ഞതാണ്. കുറെ കൂടി പരിശോധിച്ച് അങ്ങ് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, തിരുവനന്തപുരത്ത് എന്തായാലും നല്ലൊരു ഭരണം ഉണ്ടാവും. ശരി, നമുക്ക് എല്ലാവർക്കും കാണാം, തീർച്ചയായിട്ടും അത് കാണാം. അപ്പോൾ വിജിത്ത് എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ശ്രീ വിജിത്ത്, ഹലോ. കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണോ വിജിത്തെ? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ കഴിഞ്ഞ തവണ 7 സീറ്റാണ്.
ഇപ്പം 13 സ്ഥലത്ത് 13 സീറ്റ് ഉണ്ട്. അതുകൂടാണ്ട് 17 സ്ഥലത്ത് 2ാം സ്ഥാനത്തുണ്ട്. അപ്പൊ അവിടെ തന്നെ BJP മുന്നോട്ടല്ലേ, ബാക്കോട്ടല്ലോ. അപ്പൊ BJP വടക്കൻ കേരളത്തിലും അടിത്തറ വിപുലമാക്കുകയാണെന്നാണ് വീത്ത് പറയുന്നത് അല്ലേ? അതെ, അടിത്തറ വിപുലമാക്കുകയാണ്. ഇപ്പോ ഈ പറഞ്ഞ ഈ കോഴിക്കോട് ഈ കോർപ്പറേഷൻ 17 സ്ഥലത്ത് 2ാം സ്ഥാനത്ത്, അതുകൂടാതെ 12 സ്ഥലത്ത് എന്റെ വാർഡിന് 3ാം സ്ഥാനത്താണെങ്കിലും വീത്ത് പ്രചരണത്തിനൊക്കെ ഇറങ്ങിയോ? പ്രചരണത്തിനൊക്കെ ഇറങ്ങിയോ ഇത്തവണ? പ്രചരണത്തിന് കുറച്ച് അധികം ഇറങ്ങിയില്ല. എന്നാൽ അപ്പൊ പിന്നെ 3ാം സ്ഥാനത്ത് സ്ഥാനാർത്ഥിയായി പോയത് എന്തുകൊണ്ട് വിജിത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലേ? 3ാം സ്ഥാനത്ത് ചില ഇത് മറ്റേ വോട്ട് ശതമാനം വോട്ടർ കുറവായിരുന്നു അല്ലേ? വോട്ട് ഇതായിരുന്നു. പിന്നെ കുറെ ഈ വോട്ടിംഗ് ലിസ്റ്റിലൊക്കെ വോട്ട് കുറവായിരുന്നു. അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു. 100ഓളം വോട്ട് അങ്ങനെ ഉറച്ച വോട്ട് ഇല്ല. അങ്ങനെ ശരി. അപ്പോൾ അവിടെയും അടിത്തറ വിപുലീകരിക്കുന്നതാണ് വീത്ത് പറയുന്നത്. അപ്പോൾ കളമശ്ശേരിയിലെ കഥയെന്ന് നമുക്കറിയാം. അവിടെ പ്രതാപൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രതാപൻ, പറയൂ. കളമശ്ശേരിയിൽ എന്താണ് അവിടുത്തെ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം വല്ലതും മാറുന്നുണ്ടോ? കളമശ്ശേരിയിലും മാറണുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ BJP എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ ഭയങ്കര വിഷമാണെന്നും ബാക്കിയുള്ളതൊക്കെ അമൃതാണെന്നും ഒക്കെ പറഞ്ഞു വരുത്തുന്ന കുറെ രാഷ്ട്രീയക്കാരുള്ളതുകൊണ്ട് ഉള്ള ചില ബുദ്ധിമുട്ടുകളാണ്. നമ്മള് ഈ BJP വരുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മാറി ചിന്തിക്കേണ്ട ഒരവസ്ഥ വന്നേക്കുകയാണ്. എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തൃപ്പൂണിത്തറ മുൻതൂക്കം കിട്ടി. ആ നാട് ഏതാണെന്ന് അറിയാമോ? അമ്പാടി വിശ്വത്തിന്റെ നാടാണ്. നമ്മുടെ ധനകാര്യമന്ത്രി ആയിരുന്നെ. അതിന്റെ അയൽവക്കം എന്ന് പറഞ്ഞാൽ എടപ്പള്ളി കേസ് നടന്ന സ്ഥലമാണ്. പഴയ നമ്മുടെ MM ലോറൻസ് ഒക്കെ MM ലോറൻസ് സഖാവിന്റെ സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സഖാക്കന്മാര് അവിടെ ചോര നീര് ഒഴുക്കി ഉണ്ടാക്കിയെടുത്ത പേര് ഇപ്പൊ കുറെ സഖാക്കന്മാര് കൂടി കളഞ്ഞു പൊളിക്കുകയല്ലേന്ന് ഞങ്ങൾക്കൊരു പരിഭവമുണ്ട്. എന്താണ് അവര് ദൂർത്തടിക്കുകയാണ്? എന്താ ചെയ്യുന്നത്? ദൂർത്തടിക്കലല്ലോ, ഇപ്പോഴത്തെ ഇവരുടെ ധിക്കാരപരമായ നിലപാടുകൾ എന്തിനെ ധാർഷ്ട്യത്തോടെ നേരിടുക. ഒരാള് ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ധിക്കാരപരമായി ചോദ്യം ചെയ്യുക, ഒന്നിനെ പുനർചിന്തിക്കാതിരിക്കുക. ശരി. അപ്പൊ മൊത്തത്തിൽ ഒരു ജനകീയ ബന്ധം തകർന്നു എന്നാണ് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ശബരിമല വിഷയം തന്നെ അവര് ഒന്ന് പുനഃപരിശോധിക്കാൻ പോലും തയ്യാറാവാത്തൊരവസ്ഥയില്ല ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോലും. അപ്പൊ നമ്മുടെ VV രാജേഷും അതുപോലെ ആശാനാഥും ഒക്കെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിന് ചെറിയ ചില പ്രതികരണങ്ങളിലേക്ക് വരുന്നു. ഞാൻ ഒന്ന് അതിലേക്ക് പോയിട്ട് പ്രേക്ഷകരുണ്ട് വരാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ വളരെ നന്നായി സമാപിച്ചിരിക്കുകയാണ്. ശ്രീമതി ആശാനാഥ്, കരുമം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി ആശാനാഥിനെയാണ് ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. 3ാമത് തവണയാണ് ആശാനാഥ് കോർപ്പറേഷനിൽ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെത്തുന്നത്. തീർച്ചയായിട്ടും ആശാനാഥിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കോർപ്പറേഷനിലെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെ മികച്ച സംഭാവനകളാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധികൃതരുമായിട്ട് ചുരുങ്ങിയ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഞങ്ങൾ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കോർപ്പറേഷന്റെ നികുതി വരുമാനം കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടുവാനും ചിലതൊക്കെ തന്നെ നികുതി അടയ്ക്കുവാനുണ്ട്. മറ്റു പലതും കേസുകളായി കീഴ്ക്കോടതികളിലും ഹൈക്കോടതികളിലും വർഷങ്ങളായി കെട്ടിക്കിടക്കുകയാണ്. ഇക്കാര്യങ്ങൾ അടിയന്തരമായി പുതിയ ഭരണസമിതി പരിശോധിക്കും. കോർപ്പറേഷന്റെ വരുമാനം ഏതെങ്കിലും ഭാഗത്തുനിന്ന് കോർപ്പറേഷന് കിട്ടേണ്ട പണം കിട്ടേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പിരിച്ചെടുക്കുവാനുള്ള കർശന നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ വരുമാന ചോർച്ച തടയുവാനുള്ള നടപടികൾ സ്വീകരിക്കും. നമ്മുടെ വാഹനങ്ങൾ, ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും പറഞ്ഞിരുന്നു, കോർപ്പറേഷന്റെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ കാര്യമായ രീതിയിലുള്ള ക്രമക്കേടുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ആ വാഹനങ്ങളൊക്കെ തന്നെ
കൃത്യമായ രീതിയിൽ പരിപാലിക്കുവാനും ഉപയോഗിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കളക്ടർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ ചട്ടവിരുദ്ധമായാണ്, ജനാധിപത്യ വിരുദ്ധമായാണ് ഈ 2 വോട്ടെടുപ്പ് നടന്നത്. മേയറും ഡെപ്യൂട്ടി മേയറുമാണ് അവർ. അപ്പൊ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു കളക്ടറാണോ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ നിയമിച്ചിരിക്കുന്നത്? ആണോ? CPM ജില്ലാ കമ്മിറ്റി അംഗം ദീപക് അതിന് മറുപടി പറയട്ടെ. മുഖ്യമന്ത്രിയോട് ചോദിക്കണം, ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കളക്ടറെയാണോ താങ്കൾ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ക്യാപിറ്റൽ നിയമിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയോട് ദീപക് ചോദിക്കുക. അതിന് മറുപടി കിട്ടിയ ശേഷം ഞാൻ ബാക്കി പറയാം. ഓക്കെ. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പുതിയ മേയർ വി രാജേഷാണ് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ നികുതി ആണ് തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടാൻ കുറേ നികുതിയുണ്ട്, അത് പിരിച്ചെടുക്കാൻ ഉള്ള നികുതി കുടിശ്ശികയുണ്ട്, അത് പിരിച്ചെടുക്കാനുള്ള ശ്രമം വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കും എന്ന് രാജേഷ് പറയുന്നു. അതിനാദ്യ അടിയന്തരമായ നടപടി ഉണ്ടാകും. വരുമാന ചോർച്ച തടയാനുള്ള ശ്രമം നടത്തും. അങ്ങനെ കാര്യക്ഷമമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കും. ഡെപ്യൂട്ടി മേയറും ഒരു മികച്ച വ്യക്തിയാണ്. അപ്പോൾ ഡെപ്യൂട്ടി മേയറും കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കുമെന്നൊക്കെയാണ് വി രാജേഷ് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഗ്ലാഡിയേറ്റർ പറയുന്നത് എന്താണ്? തിരുവനന്തപുരത്ത് BJP മേയറെ സംഭാവന ചെയ്ത തിരുവനന്തപുരത്തെ എല്ലാവർക്കും BJP പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ അദ്ദേഹം അറിയിക്കുന്നുണ്ട്. എവിടെ ഇലക്ഷൻ വന്നാലും പ്രധാനമന്ത്രി പണമായി തന്നത് പുതിയ കാര്യമല്ലല്ലോ എന്ന് ജയകുമാർ പറയുന്നു. ഒക്കെ അങ്ങനെ കുറേ ഇതൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഈ BJPയുടെ കരുത്ത് കൂടുകയാണോ, കേരളത്തിൽ അവരുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ വലിയ ഒരു വോട്ടിംഗാണ് എനിക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ. 62% ആളുകൾ പക്ഷേ അതിൽ വരും BJPക്ക് രാഷ്ട്രീയ ശക്തി വർദ്ധിക്കുന്നു എന്ന നിലപാടാണ് പറയുന്നത്. 38% ആളുകൾ BJP അങ്ങനെ വലിയ രാഷ്ട്രീയ ശക്തിയായി മാറില്ല എന്ന നിലപാടാണ് ആവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചിത്രമാണ് നമുക്ക് ഈ പോളിൽ നിന്ന് കിട്ടുന്നത്. ഏതായാലും പക്ഷേ ലോകത്ത് ഒരു ശക്തിയും തുടർച്ചയായി അധികാരത്തിൽ വരില്ല എന്ന കാര്യം നമുക്ക് അറിയാം. രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടാകും, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പുണ്ടാകും. മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എല്ലാ കോട്ടകൊത്തളങ്ങളും ഒലിച്ചുപോകും. പുതിയ ആളുകൾ അധികാരത്തിലേക്ക് വരും. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.